എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഇവിടെ ഒരു എവേക്ക് 2025 ഭാഗമായി ഇവിടെ ഒരു വിഷയം അവതരിപ്പിക്കാനായി എന്നെ ക്ഷണിച്ച എസൻസ് ഗ്ലോബൽ കോഴിക്കോടിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് സമയം ഒട്ടും കളയാതെ തുടങ്ങുകയാണ്. കാരണം എനിക്ക് അടുത്ത വന്ദേ ഭാരതിൽ തിരിച്ചു പോകണം. ഞാൻ രാവിലെ വന്ദേ ഭാരതിൽ കയറിയതാണ്, 5 മണിക്ക് കയറിയതാണ്, ഉറങ്ങിയിട്ട് പോലുമില്ല. ഞാൻ ഈ ഗാന്ധി അതുപോലെ തന്നെ അംബേദ്കർ ഇവരെക്കുറിച്ച് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് മുന്നേയുള്ള പ്രഭാഷണങ്ങൾ കണ്ടിട്ടുള്ളവർക്കറിയാം. ഈ രണ്ട് വ്യക്തികളോട് എനിക്ക് വളരെ ആദരവും സ്നേഹവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഞാൻ അവരെക്കുറിച്ച് സംസാരിക്കുന്നത്. അതിൽ ഗാന്ധിയെക്കുറിച്ച് വ്യക്തി എന്ന നിലയിൽ നമുക്കൊരു വിഷയമില്ല, വളരെ സ്നേഹവും വളരെ ആദരവുമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചില അഭിപ്രായ ഭിന്നതകളുണ്ട്. ഞാനത് കുറേ നാളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ഗാന്ധി പ്രേമം നടിക്കാറുണ്ട്. അതിനകത്ത് എന്തുമാത്രം വാസ്തവമുണ്ടെന്ന് എനിക്കറിയില്ല. കാര്യം ഗാന്ധിയെ ഒരു കാലത്ത് വലിയ തോതിൽ ശകാരിച്ചുകൊണ്ട് നടന്നിരുന്നവരും അധിക്ഷേപിച്ചുകൊണ്ട് നടന്നിരുന്നവരും ഒക്കെ ഇപ്പോൾ ഗാന്ധിയുടെ വലിയ ആരാധകരാണ് എന്ന് അഭിനയിക്കാറുണ്ട്. അത് ഫേക്കാണെന്ന് നമുക്ക് കാണുമ്പോഴേ അറിയാം. ഈ അടുത്തിടെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ഗാന്ധിയെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചുകൊണ്ട് കുറേ ഈ പൊതു സമൂഹത്തിലുള്ള പല പല വ്യക്തികളെ, ലൈക്ക് സാംസ്കാരിക നായകന്മാരെയും ബുദ്ധിജീവികളെയും വിദ്യാർത്ഥികളെയും കച്ചവടക്കാരെയും അങ്ങനെ എല്ലാവരെയും വെച്ചുകൊണ്ട് ഒരു അഭിപ്രായ സമീകരണം അല്ലെങ്കിൽ ഒരു സമ്പാദനം നടത്തിക്കൊണ്ട് അത് ശേഖരിച്ച അഭിപ്രായങ്ങളെല്ലാം കൂടെ ഒരു പേജ് ഒന്നല്ല, ഞാൻ ആ പത്രം നേരിട്ട് കണ്ടില്ല, കുറേ പേജുകളിലായിട്ട് അത് പ്രസിദ്ധീകരിച്ചു, ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്. അതിൽ എന്നോടും അഭിപ്രായം ചോദിച്ചിരുന്നു. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. കുറേ പേരുണ്ടായിരുന്നു, കണ്ടിട്ടുള്ളവരുണ്ടാവാം. പക്ഷെ അതിൽ ഞാൻ കണ്ട ഒരു കാര്യം, ഈ ഗാന്ധിജിയെക്കുറിച്ച്, ഗാന്ധിജി കാലത്തിൻ്റെ ആശയവും ആവേശവുമാണ്, കാലഘട്ടത്തിൻ്റെ സ്പന്ദനമാണ് എന്നൊക്കെ പറഞ്ഞവർ വളരെ 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 കുറവാണ്. അങ്ങനെ പറഞ്ഞവർ തന്നെ വെറുതെ കക്ഷി രാഷ്ട്രീയ മോട്ടിവേഷൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഗാന്ധി ഈസ് ഗുഡ് ഫോർ ദെയർ പാർട്ടി, സോ ദേ സപ്പോർട്ട് ദെയർ പാർട്ടി, അങ്ങനെയുള്ള രീതിയിൽ. ഇപ്പോൾ ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ ആലോചിക്കുന്നത് സെക്കുലർ ഗാന്ധി എന്നുള്ള വിഷയമാണ്. ഇപ്പം ഗാന്ധിയെക്കുറിച്ച് ഒരുപാട് വിഷയങ്ങളുണ്ട്, പക്ഷെ ഞാൻ ഈ ഒരൊറ്റ ആസ്പെക്റ്റിൽ മാത്രമാണ് ഊന്നി നിൽക്കുന്നത്. ഗാന്ധി ഒരു സെക്കുലറിസം, മതേതരത്വം എന്നൊക്കെ പറഞ്ഞ് ഗാന്ധി അവതരിപ്പിക്കാറുണ്ട്. ഗാന്ധിയുടെ സെക്കുലറിസം അങ്ങനെ യഥാർത്ഥത്തിൽ അന്നും ഉണ്ടെങ്കിൽ അതെന്താണ് എന്നുള്ളൊരു അന്വേഷണമാണ്. ഞാൻ നേരിട്ട് സബ്ജക്റ്റിലേക്ക് കടക്കുകയാണ്. അംബേദ്കറിനെ വെച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. അംബേദ്കറിനെ എന്തുകൊണ്ട് വെക്കുന്നു എന്ന് പറയുമ്പം അംബേദ്കർ പറയുന്നുണ്ട്, ഞാനാണ് ഗാന്ധിയുടെ ഏറ്റവും വലിയ ക്രിട്ടിക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ക്രിട്ടിക്കായിട്ടുള്ള ഒരാൾ ഏറ്റവും ശരിയായ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ വീക്ഷണം നടത്തും എന്നാണ് മനസ്സിലാവുന്നത്. ഗാന്ധി മരിക്കുന്നു. ഗാന്ധി മരിച്ചതിന് ശേഷം അംബേദ്കർ പറയുന്നുണ്ട് ഒരു കാര്യമുണ്ട്. അതായത് അദ്ദേഹം ആദ്യം ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നു. അപ്പോൾ അംബേദ്കർക്ക് അത്രയും നടക്കാൻ വയ്യ. അതുകൊണ്ട് അദ്ദേഹം കുറേ കഴിഞ്ഞിട്ട് പിന്മാറുന്നു. എന്നിട്ട് വൈകുന്നേരം ശവസംസ്കാര ചടങ്ങിൽ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് അങ്ങോട്ട് കയറാൻ പറ്റാത്ത രീതിയിൽ ആള്. ഈ രണ്ട് അനുഭവങ്ങൾ, വീട്ടിൽ പോയി ബിർള ഹൗസിൽ പോയി പ്രൊസഷനിൽ പങ്കെടുത്തു, സംസ്കാര സ്ഥലത്തും പോയി. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അദ്ദേഹം ഒരു കത്ത് എഴുതുന്നുണ്ട്. 7 ദിവസം കഴിഞ്ഞ് 8ാമത്തെ ദിവസം ഫെബ്രുവരി 8-ാം തീയതിയാണ്, ജനുവരി 30-നാണ് ഗാന്ധിജി മരിക്കുന്നത്. ആ കത്താണ് ഞാനിവിടെ, അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. അപ്പോൾ ആ കത്ത് തുടങ്ങുന്ന അദ്ദേഹം ഇങ്ങനെയാണ്: My own view is that great men are great service to their country, but they are also at certain times great hindrance to the progress of their country. മഹാന്മാർ പലപ്പോഴും സമൂഹത്തിന് പല രീതിയിൽ മഹത്വം കൊണ്ടുവരാറുണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ അവർ സമൂഹത്തിന് വലിയ തോതിലുള്ള തടസ്സമാകാറുണ്ട് എന്നാണ് അംബേദ്കർ ആ കത്ത് തുടങ്ങുന്നത്. എന്നാൽ അദ്ദേഹം പറയുന്നുണ്ട്, ഗാന്ധി മരിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മയിൽ വരുന്നത്, പണ്ട് ജൂലിയസ് സീസർ മരിച്ചപ്പോൾ ആ വിവരം ചെന്ന് സിസറോയോട് പറഞ്ഞപ്പോൾ സിസറോ പറഞ്ഞൊരു കാര്യമാണ്. സിസറോ പറഞ്ഞത് ഇങ്ങനെയാണ്:
റോമക്കാരോട് പറയൂ, നിങ്ങൾ സ്വതന്ത്രരായിരിക്കുന്നു. അപ്പോൾ ജൂലിയസ് സീസർ എന്ന് പറയുന്ന ഒരു വ്യക്തി റോമൻ സമൂഹത്തെയും അതിൻ്റെ സാംസ്കാരിക പരിസരങ്ങളിലെയും ഒരു കരിമ്പടം പോലെ മൂടി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആ ഒരു ഡിക്റ്റേറ്റർ നിലംപതിക്കുകയാണ്. അപ്പോൾ ആ ഒരു പതനം എന്ന് പറയുന്നത് റോമക്കാരുടെ സ്വാതന്ത്ര്യമാണ് എന്നാണ് സിസ്രോ പറയുന്നത്. സിസ്രോ അടുത്ത വർഷം മരിക്കുന്നുണ്ട്. ഒരു കോൺസ്പിറേറ്റർ എന്ന നിലയിൽ സിസ്രോയെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സിസ്രോ പറഞ്ഞൊരു കാര്യം, റോമക്കാരോട് പോയി പറയൂ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു. എനിക്ക് അത് തന്നെയാണ് ഗാന്ധി മരിച്ചപ്പോൾ പറയാനുള്ളതെന്നാണ് അംബേദ്കർ എഴുതുന്നത്. നിങ്ങൾ വിശ്വസിക്കില്ല. സീസർ മരിച്ചപ്പോൾ പറഞ്ഞത് എന്തോ അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്നാണ്. എന്നാൽ അദ്ദേഹം പറയുന്നത്, മിസ്റ്റർ ഗാന്ധി ഹാഡ് ബിക്കം എ പോസിറ്റീവ് ഡേഞ്ചർ ടു ദ സൊസൈറ്റി. ധനാത്മകമായ അപകടം, പോസിറ്റീവ് ഡേഞ്ചർ. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഞാനത് മലയാളത്തിലാക്കേണ്ട കാര്യമില്ല. ഹി ഹാഡ് ചോക്ക്ഡ് ഓൾ ഫ്രീ തോട്ട്. എല്ലാ സ്വതന്ത്ര ചിന്തകളെയും മനോവ്യാപാരങ്ങളെയും കഴുത്ത് ഞെരിച്ചു കൊന്ന വ്യക്തിയാണ്, ചോക്ക് ചെയ്ത വ്യക്തിയാണ് ഗാന്ധി എന്നാണ് അംബേദ്കർ അദ്ദേഹത്തിൻ്റെ വൈഫിനെ എഴുതുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഹി വാസ് ഹോൾഡിംഗ് ടുഗദർ ദ കോൺഗ്രസിനെ ഒരുമിച്ച് നിർത്തിയ വ്യക്തിയാണ്, വിച്ച് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ ബാഡ് ആൻഡ് സെൽഫ് സീക്കിംഗ് എലമെന്റ്സ് ഇൻ സൊസൈറ്റി. ഈ സമൂഹത്തിലെ ഏറ്റവും മോശമായ സ്വാർത്ഥരായിട്ടുള്ള മനുഷ്യരുടെ ഒരു കൂമ്പാരമാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിനെ ഒരുമിച്ച് നിർത്തുന്ന വ്യക്തിയാണ് ആയിരുന്നു ഗാന്ധി എന്ന് അംബേദ്കർ പറയുന്നു. അപ്പോൾ സച്ച് എ ബോഡി ഈസ് അൺഫിറ്റ് ടു ഗവേൺ കൺട്രി. അങ്ങനെ ഒരു ബോഡി ഒരിക്കലും ഈ രാജ്യത്തെ നയിക്കാൻ യോഗ്യരല്ല എന്ന് അദ്ദേഹം പറയും. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഐ തിങ്ക് ദാറ്റ് ഗുഡ് വിൽ കം ഔട്ട് ഓഫ് ഡെത്ത് ഓഫ് മിസ്റ്റർ ഗാന്ധി. അതിന് അദ്ദേഹം ബൈബിളാണ് പറയുന്നത്. ബൈബിൾ പറയുന്നുണ്ട്, സംടൈംസ് ഗുഡ് കമ്മത്ത് ഔട്ട് ഓഫ് ഈവിൾ. ചില സമയങ്ങളിൽ മോശം കാര്യങ്ങളിൽ നിന്ന് നല്ലത് സംഭവിക്കും. മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിയുടെ മരണം, എല്ലാവരും ദുഃഖിതരാണ്. അപ്പോൾ അതിനകത്തൊരു നല്ലത് സംഭവിക്കാൻ പോകുന്നു. എന്താണ് നല്ലതെന്ന് അറിയാമോ? ഇറ്റ് വിൽ റിലീസ് പീപ്പിൾ ഫ്രം ബോണ്ടേജ് ടു എ സൂപ്പർമാൻ. ഇറ്റ് വിൽ മേക്ക് ദം തിങ്ക് ഫോർ ദംസെൽസ്. നമ്മൾ പറയുന്ന അതേ കാര്യം, തിങ്ക് ഫോർ ദംസെൽസ്. സ്വതന്ത്രമായി ചിന്തിക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കും ഈ മരണം. ആൻഡ് ഇറ്റ് വിൽ കമ്പൽ ദം ടു സ്റ്റാൻഡ് ഓൺ ദിയർ ഓൺ മെറിറ്റ്സ്. സ്വന്തം കഴിവുകളിലും ശേഷിയിലും വിശ്വസിച്ചുകൊണ്ട് ഒരു ജീവിതം നയിക്കാൻ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അംബേദ്കർ ഗാന്ധിയുടെ മരണത്തിന് ഒരാഴ്ചയ്ക്ക് ശേഷം എഴുതിയ കുറിപ്പിൽ പറയുന്നത്. ലെറ്റേഴ്സ് ഓഫ് അംബേദ്കർ എന്നുള്ളതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നെറ്റിൽ കിട്ടും ഇതെല്ലാം. അതുപോലെ തന്നെ അദ്ദേഹം 1955 BBC കൊടുത്തൊരു ഇൻ്റർവ്യൂ, 1-2 ഇൻ്റർവ്യൂ ഉണ്ട്. 53 ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, 55 ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, പീപ്പിൾ കാൾ ഹിം മഹാത്മ. ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ കാണാനിടയായി. ആ വീഡിയോയിൽ പറയുന്നു, രവിചന്ദ്രൻ ഗാന്ധിജി എന്ന് പോലും വിളിക്കാറില്ല, യഥാർത്ഥത്തിൽ മഹാത്മാ ഗാന്ധിജി എന്നാണ് വിളിക്കേണ്ടത്. നോർമലി ഐ ഡോണ്ട് ബിലീവ് ഇൻ ആത്മ, സോ ഐ ഡോണ്ട് ബിലീവ് ഇൻ മഹാത്മാ ഓർ ദുരാത്മ. ദാറ്റ് ഈസ് സംതിങ് നോട്ട് ഇൻ മൈ ഡിക്ഷണറി. ബട്ട് ഗാന്ധിജി എന്ന് വിളിക്കാറുണ്ട്. അതൊരു ശ്രീ എന്നൊക്കെ പറയാൻ തോന്നും, ഗാന്ധിജി എന്ന് വിളിക്കാറുണ്ട്. അത് ഒരുപാട് വിളിക്കാറുണ്ട്. വിളിച്ചില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഇനിയും വിളിച്ചേക്കാം. ചിലപ്പോൾ ഗാന്ധി എന്നായിരിക്കും വിളിക്കുന്നത്, അല്ലാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെയല്ല. പക്ഷേ എനിവേ അംബേദ്കർ പറയുന്നതാണ്, ഹി വാസ് നെവർ എ മഹാത്മ. ഒരു 1 മില്യൺ ആൾക്കാർ കണ്ടൊരു വീഡിയോ ആണ്, നിങ്ങൾ കണ്ടു നോക്കൂ. ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. പലരും എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹി വാസ് നെവർ എ മഹാത്മ. ഐ റെഫ്യൂസ് ടു കോൾ ഹിം എ മഹാത്മ. ഐ ഹാവ് നെവർ ഇൻ മൈ ലൈഫ് കോൾഡ് ഹിം എ മഹാത്മ. ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മഹാത്മാഗാന്ധിയെ മഹാത്മാഗാന്ധി എന്ന് വിളിച്ചിട്ടില്ല. മിസ്റ്റർ MK ഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. He does not deserve that title, not even from the point of view of his morality. അദ്ദേഹത്തിൻ്റെ ധാർമ്മികത വെച്ച് നോക്കിയാൽ എല്ലാവരും പറയുന്ന ഒരു ധാർമ്മിക പവർ ഹൗസ് ആണ് ഗാന്ധി എന്നാണ് പറയുന്നത്. മലയെപ്പോലും ചലിപ്പിക്കാൻ കഴിയുന്ന ധാർമ്മിക ശൗര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഫിസിക്കലായിട്ട് വലിയ കഴിവൊന്നും ഉണ്ടായിരുന്നില്ല, ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ മൊറാലിറ്റി ഭയങ്കര പവർഫുൾ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ എന്തായാലും അദ്ദേഹത്തിൻ്റെ മൊറാലിറ്റിയെക്കുറിച്ചും ഇന്ന് അധികം സംസാരിക്കുന്നില്ല. പക്ഷേ ദിസ് ഈസ് ഹൗ അംബേദ്കർ കോൾസ്. കാരണം ഈ സെക്കുലറിസം എന്നുള്ള വിഷയത്തിൽ വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ബിക്കോസ് ഐ തിങ്ക് അംബേദ്കർ വാസ് അറ്റ്ലീസ്റ്റ് അന്ന് നിലവിലുണ്ടായിരുന്ന ഇന്ത്യൻ നേതാക്കന്മാർ നമ്മൾ സെക്കുലറിസം എന്ന് പറയുന്ന ഒരു ആശയ പരിസരമായിട്ട് നോക്കുമ്പോൾ ഏറ്റവും പൊരുത്തപ്പെട്ടു പോയിരുന്നൊരു വ്യക്തിയാണ് അംബേദ്കർ.
എല്ലാവരും ഫുള്ളി സെക്കുലർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫുൾ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ബേസിക്കലി സെക്കുലർ ആസ്പിറേഷൻസ് ഉള്ള രാഷ്ട്രീയമായിരുന്നു അംബേദ്കർ. അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, ആ ഇൻ്റർവ്യൂവിൽ ഒരു ചോദ്യമാണ്. സോ ബ്രിട്ടീഷുകാരൻ ചോദിക്കുകയാണ്, സോ യു വുഡ് സേ ഗാന്ധി വാസ് എൻ ഓർത്തഡോക്സ് ഹിന്ദു? ഗാന്ധി ഒരു ഓർത്തഡോക്സ് ഹിന്ദു ആണോ, പാരമ്പര്യവാദിയായ ഹിന്ദു ആണെന്ന് നിങ്ങൾ പറയുമോ? അംബേദ്കറിന്റെ മറുപടി, യെസ്, ഹി വാസ് അബ്സല്യൂട്ട്ലി ആൻ ഓർത്തഡോക്സ് ഹിന്ദു. ഹി വാസ് നെവർ എ റിഫോമർ ആൻഡ് ഹി ഹാസ് നോ ഡൈനാമിക്സ് ഇൻ ഹിം. ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുക, ഡൈനാമിക് ആയിട്ടുള്ള, സക്രിയമായ എന്നുള്ളതാണ് കറക്റ്റ്. ചത്ത മനുഷ്യനായിരുന്നു ഗാന്ധിജി, പാരമ്പര്യവാദിയായിരുന്നു, പിന്നോട്ട് നോക്കിയായിരുന്നു. പുള്ളിയിൽ ഒരു പ്രോഗ്രസീവ്നെസ് ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഓർത്തഡോക്സ്, ഓർത്തോ മീൻസ് സ്ട്രെയിറ്റ്, എങ്ങനെയാണോ പോകേണ്ടത് ആ രീതി പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഓർത്തഡോക്സ് എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ ഗാന്ധി പലരും പറയുന്നുണ്ട്, ഞാൻ ഇതിൻ്റെ അടിയിൽ കണ്ട ഒരു കമൻ്റാണ്, എന്തൊക്കെ പറഞ്ഞാലും ഗാന്ധിയെക്കുറിച്ച്, ഗാന്ധിയാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ പ്രതിരോധം ഗാന്ധിയാണ് തീർക്കുന്നത്. ഫാഷിസ്റ്റ് രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് BJPയുടെ ഗവൺമെൻറ് ആയിരിക്കും എന്ന് ഞാൻ ഊഹിക്കുന്നു. ഓക്കെ, ഇവന്തോ അവർ പറഞ്ഞു വരുമ്പോൾ ഫാസിസ്റ്റ് ആണെന്ന് വെച്ചാൽ ഫാഷിസ്റ്റ് അല്ല, അർദ്ധ ഫാഷിസ്റ്റ് ആണ് എന്നൊക്കെയാണ് സാധാരണ പത്രത്തിലൊക്കെ കാണുന്ന അഭിപ്രായങ്ങൾ. എനിവേ, ഞാൻ ഗാന്ധിയുടെ പ്രധാന ഫയൽസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക. ലൈക്ക് ഹി വാസ് എ സനാതനി. എന്താണ് സനാതനം എന്ന് പറയേണ്ട കാര്യമില്ല. സ്വദേശിയെ സപ്പോർട്ട് ചെയ്തിരുന്നു, അല്ലേ? സ്വദേശി. പിന്നെ ഗ്രാമസ്വരാജ്, ഓരോ ഗ്രാമവും പരമാധികാര റിപ്പബ്ലിക്കുകളായി മാറണം. സർവോദയ, ഏറ്റവും ദരിദ്രൻ്റെ തന്നെ ഉദയം, എല്ലാവരുടെയും ഉദയം, അഭിവൃദ്ധി, സർവോദയ. രാമരാജ്യ എന്താണെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും. കൗ പ്രൊട്ടക്ഷൻ, പശു. ഹിന്ദിയെ അദ്ദേഹം ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഒരു ഘട്ടം വരെ ഹിന്ദിയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അത് ചില ആളുകൾക്ക് ഇഷ്ടമല്ലെന്ന് കണ്ട് അദ്ദേഹം ഹിന്ദി പ്രോത്സാഹനം നിർത്തിയിട്ട് ഉറുദു പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. വെജിറ്റേറിയനിസം, അതെന്താണെന്ന് അറിയാമല്ലോ, വീഗനിസം എന്ന് പറയും. പിന്നെ ആയുഷ്, യുനാനിയുടെയൊക്കെ വലിയ ചാമ്പ്യനായിരുന്നു ഗാന്ധി. യുനാനി സർവ്വ പൊട്ടുപൊടി, മണ്ണ് ചികിത്സ, ജലചികിത്സ, പാറ ചികിത്സ, പാറപ്പൊടി, എന്തായിട്ടും ഗാന്ധിജിക്ക് വളരെ പ്രിയങ്കരമായിരുന്നു. പിന്നെ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ മതം മാറ്റം. ഗാന്ധിക്ക് സഹിക്കാൻ വയ്യാത്തൊരു കാര്യമായിരുന്നു. ചാതുർവർണ്ണ്യ എന്ന് പറഞ്ഞ് നാരായണ ഗുരുവായിട്ടൊക്കെ തർക്കിച്ചിട്ടുണ്ട്, അല്ലേ? നോക്കൂ, ഗുരു ഈ ആലിലെ ഇലകൾ നിങ്ങൾ നോക്കൂ, ആ ഇലകളെല്ലാം പലതരം ഇലകളല്ലേ, അപ്പോൾ അതേപോലെ മനുഷ്യർ പലതല്ലേ എന്ന് പറഞ്ഞപ്പോൾ നാരായണ ഗുരു പറഞ്ഞു എന്ന് പറയുന്നു, ഈ ഇലകളെല്ലാം കൂടെ അരച്ച് അതിൻ്റെ ചാറെടുത്താൽ ഒരു ചാറല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം ചോദിച്ചെങ്കിൽ നല്ലൊരു മറുപടിയാണത്. ഇത് പറഞ്ഞു കേട്ടുള്ള അറിവാണ്. ഗീതയെക്കുറിച്ച്, ഇദ്ദേഹത്തിൻ്റെ ഗീതാ പ്രേമത്തെക്കുറിച്ച് ഞാനൊരു ചാപ്റ്റർ തന്നെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് ഇതാണ്, പാറ പിഴിഞ്ഞ വെള്ളം. കാരണം ഇദ്ദേഹം പറഞ്ഞ ഗീതയുടെ ആന്തരിക ആശയം എന്ന് പറയുന്നത് അഹിംസയാണ്. എനിക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കിൽ അത് ഒതുക്കി പാറ പിഴിഞ്ഞ വെള്ളം. പാറ പിഴിഞ്ഞാൽ എത്രമാത്രം വെള്ളം കിട്ടും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. പിന്നെ ആർഷഭാരതം, പാരമ്പര്യം, സംസ്കാരം, ഭൂമി, ഗംഗ, കാശി. സെലിബസി, ഗാന്ധിയുടെ ഒരു പ്രിയപ്പെട്ട ആശയമായിരുന്നു. ബ്രഹ്മചര്യം, കുടുംബമൊക്കെ ആയിക്കഴിഞ്ഞുള്ള ബ്രഹ്മചര്യം, കുടുംബത്തിന് മുന്നേ ഉള്ള ബ്രഹ്മചര്യം, പല ഐറ്റംസ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ കാസ്റ്റ് സെൻസസ് ഞാൻ വെറുതെ ചേർത്തതേ ഉള്ളൂ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വിഷയമായിട്ട് ചേർത്തതേ ഉള്ളൂ. നാഷണലിസം, ഇന്ത്യൻ നാഷണലിസത്തിൻ്റെ പിതാവ് എന്ന് പറയുന്ന ഗാന്ധിയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള, അദ്ദേഹത്തിന് അവകാശപ്പെടാവുന്നൊരു കാര്യമാണ്. ഇന്ത്യ എന്നുള്ളൊരു ബോധം ഈ വലിയൊരു ജിയോഗ്രഫിക്കൽ ഏരിയയിലുള്ള മനുഷ്യർക്ക് ഒരു രാജ്യം പോലെ ഒരു ബോധം ഉണ്ടാക്കുന്നതിൽ നെടുനായത്വം വഹിച്ചൊരു വ്യക്തിയാണ് ഗാന്ധി. അതിൽ ഇന്ത്യൻ നാഷണലിസം എന്ന് പറയുമ്പോൾ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 ഗാന്ധിയാണ്. ഉപ്പ് സത്യാഗ്രഹം പോലൊരു സത്യാഗ്രഹം, അതിൻ്റെ ഒരു എന്താണ് പറയുന്നത്, അതിൻ്റെ ഒരു ധാർമ്മിക ശക്തി എന്നൊക്കെ പറയുന്നത് ഐതിഹാസികമായ ഒന്നാണ്. ആ കാര്യം നമ്മളെല്ലാം കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തന്നെ പോകണം. നാഷണലിസത്തിൻ്റെ സിമ്പിൾ തന്നെയാണ് ഗാന്ധി. അത് ഏത് രീതിയിലാണ് പുള്ളി അങ്ങനെ ആക്കിയതെന്നുള്ളത് നമുക്ക് പഠിക്കാം. 2, അൺടച്ചബിലിറ്റിക്കെതിരെ അദ്ദേഹം ഈ പൂന പാക്റ്റിന് ശേഷമാണ് അദ്ദേഹം അൺടച്ചബിലിറ്റിക്കെതിരെ കൂടുതൽ ഇതുണ്ടാക്കുന്നത്. അദ്ദേഹം ഹരിജൻ എന്ന് പറഞ്ഞൊരു മാസിക നടത്തിയിരുന്നു, ദീനബന്ധു എന്ന് പറഞ്ഞ് ഗുജറാത്തിലൊരു മാസിക നടത്തിയിരുന്നു. പിന്നെ അദ്ദേഹം ഒരു യങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മാസിക നടത്തിയിരുന്നു. അംബേദ്കർ പറയുന്നുണ്ട് ഇദ്ദേഹം
ഗുജറാത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളൊന്ന് വായിക്കണം, പെറ്റതള്ള സഹിക്കില്ല എന്നാണ്. അതേസമയം ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന മാസികയിലൊക്കെ ഭയങ്കര പ്രോഗ്രസീവായിട്ട് കാസ്റ്റിനെതിരെയും പിന്നെ സാമൂഹ്യ തിന്മകൾക്കെതിരെയും ഉറഞ്ഞു തുള്ളുന്ന ഗാന്ധിയെ കാണാൻ കഴിയും. പക്ഷേ ഗുജറാത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടുണ്ട്. കാര്യം ഞാനും മഹാരാഷ്ട്രയിൽ നിന്നാണ് വരുന്നത്. അന്ന് മഹാരാഷ്ട്രയും ഗുജറാത്തും ഒരു സംസ്ഥാനമാണ്, പിന്നെയാണ് ഇത് 2 സംസ്ഥാനമാകുന്നത്. പിന്നെ ഡെമോക്രസി, ഗാന്ധി ഒരു ഡെമോക്രാറ്റിക് ആണെന്ന് ഗാന്ധി പോലും അവകാശപ്പെട്ടിട്ടില്ല. ഗാന്ധി സമരങ്ങൾ തുടങ്ങുന്നതും നിർത്തുന്നതും ഒരു മുറിയിൽ കയറിയിരുന്ന് ധ്യാനിച്ച് സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചിട്ടൊക്കെയാണ്. ചൗരി ചൗര സംഭവം തന്നെ, നിങ്ങൾ നിസ്സഹകരണ പ്രസ്ഥാനം നടക്കുമ്പോൾ അവിടെ ഒരു പോലീസ് സ്റ്റേഷനിലെ കത്തിച്ചുകൊണ്ട് 10-25 പേരുടെ മരണത്തിൽ കലാശിക്കുന്നുണ്ട്. അത് കണ്ട് ഭയങ്കര വ്രണിതഹൃദയനായ ഗാന്ധി ഈ ഹിംസ എനിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യമെമ്പാടുമുള്ള സമരം നിർത്തിവെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പല കാര്യങ്ങളും, സ്വന്തം ഭാര്യയുടെയോ മക്കളുടെയോ ജനാധിപത്യ അവകാശങ്ങൾ പോലും അംഗീകരിക്കാൻ അദ്ദേഹത്തിന് ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. മറ്റൊന്ന് നോൺ വയലൻസ്, ഗാന്ധിയുടെ ഒരു പ്രത്യേകതയാണ് അഹിംസ. അവസാനത്താണ് സെക്കുലറിസം. ഗാന്ധി സെക്കുലർ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇത്രയും നോക്കുകയാണെങ്കിൽ ഇത്രയും ഇതിൽ ഏതാണ്ട് ഒരു 95% ഗാന്ധിജിയുടെ അഭിപ്രായങ്ങളും നിങ്ങൾ ഈ പറയുന്ന ഈ ഭാഷിഷ് അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ രാഷ്ട്രീയത്തിൻ്റെ അതേ ആശയങ്ങളാണ് ഗാന്ധിക്കുണ്ട്. ഗാന്ധി ഈസ് ഓൾമോസ്റ്റ് 90 to 95% ദാറ്റ് ഐഡിയോളജി. വ്യത്യാസമൊന്നുമില്ല. ഗാന്ധി ഇച്ചിരൂടെ മൂത്തതായിരുന്നേ ഉള്ളൂ. ഹിന്ദുമതത്തിന് വേണ്ടി മരിക്കുമെന്ന് പറഞ്ഞ ലോകത്ത് ഏതെങ്കിലും നേതാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മോദി ചെയ്യുമോ? അത് അമിത്ഷാ ചെയ്യുമോ? ഇല്ല. ഗാന്ധി ചെയ്യും. ഗാന്ധി ചെയ്യുകയും ചെയ്തു. ഹിന്ദുമതം വിഘടിപ്പിച്ചു പോകരുത്, ഇതെല്ലാം ഒന്നായിട്ട് നിൽക്കണമെന്ന് ഇത്രയധികം ആത്മാർത്ഥമായിട്ട് ഏതെങ്കിലും ഒരു നേതാവ് ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ടോ? പട്ടേൽ പറഞ്ഞിട്ടുണ്ടോ? നെഹ്റു പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. ഗാന്ധിയെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഹിന്ദുമതത്തിൻ്റെ ഒരു നിലനിൽപ്പിന് തന്നെ കൂടി ആധാരം എന്ന് പറയുന്നത്, അല്ലെ അങ്ങനെ ഒരു മതമാക്കി തീർക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ച ആൾ കൂടിയാണ് ഗാന്ധി. അപ്പോൾ ഈ ഐഡിയാസ്, ഈ ഫയലുകളെല്ലാം നമ്മൾ നോക്കുക. ഇതിൽ ഏതൊക്കെയാണ് ഇദ്ദേഹം ഇന്നത്തെ ഹിന്ദുത്വ പൊളിറ്റിക്സുമായിട്ട് ഇദ്ദേഹം വിഭിന്നമായി നിൽക്കുന്നത് നിങ്ങളൊന്ന് ആലോചിക്കുക. കണ്ടെത്താൻ കഴിയുന്ന ഒരു ഫയലേ ഉള്ളൂ, ഞാനതോട് ഉൾപ്പെടുത്തിയിട്ടില്ല. കമ്മ്യൂണൽ ഹാർമണി. കമ്മ്യൂണൽ ഹാർമണി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള ഐക്യം. ഇത് ഗാന്ധിജിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തൊക്കെ വന്നാലും, ലോകം ഇടിഞ്ഞു വീണാലും, ഇന്ത്യ നശിച്ചാലും, മനുഷ്യരെല്ലാം മരിച്ചാലും ഇവിടെ മതമൈത്രി വേണം എന്നുള്ള രീതിയിലായിരുന്നു ഗാന്ധിജി. നഷ്ടം ഉണ്ടാവുന്ന അതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. അതിൽ അദ്ദേഹത്തിന് നിങ്ങൾ ഈ പറഞ്ഞ ഈ ഹിന്ദുത്വ പൊളിറ്റിക്സുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. കാരണം അത് ഒരു പോളറൈസേഷൻ പൊളിറ്റിക്സാണ്. ഗാന്ധിജി ഒരു സമന്വയത്തിൻ്റെ ആളായിരുന്നു. അതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട വ്യത്യാസം. അപ്പോൾ ആ വ്യത്യാസമുള്ള ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. സെക്കുലറിസം. സെക്കുലറിസം എന്ന് പറയുന്ന ഒരാശയത്തിലേക്ക് പോകുന്നു. ആദ്യമായിട്ട് ഗാന്ധിയുടെ ഏറ്റവും വലിയ ഒരു ഇൻപുട്ട് എന്തായിട്ട് ആളുകൾ പറയുന്നതാണ്, ഇദ്ദേഹം വർഗീയ ലഹളകൾ ഒഴിവാക്കാനായിട്ട് ഒരുപാട് പരിശ്രമിച്ചു, അല്ലെ ഒഴിവാക്കി. മതമൈത്രിക്ക് വേണ്ടി യത്നിച്ചു. പ്രധാനമായിട്ട് ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഭിന്നത ഒഴിവാക്കാനായിട്ട് അദ്ദേഹം യത്നിച്ചു. ഇതൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഏറ്റവും വലിയൊരു പോയിന്റ്. അപ്പോൾ അവിടെ 2-3 കാര്യങ്ങൾ. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നുണ്ട്. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചു കഴിഞ്ഞ് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ മുസ്ലിം പോപ്പുലേഷൻ പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിലെ ഹിന്ദു സിഖ് പോപ്പുലേഷൻ ഇന്ത്യയിലേക്കും വരും. കുറേ പേർ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നു, കൊള്ളയടിക്കപ്പെടുന്നു, കൊല ചെയ്യപ്പെടുന്നു, ഭയങ്കര ദുരിതം. 10 ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ട ഒരു ഭീകരതയാണ് നമ്മൾ പാർട്ടീഷൻ റൈറ്റ്സ് എന്ന് പറയുന്നത്, വിഭജനം കഴിഞ്ഞുള്ള. ഇതിൽ ഡൽഹിയിലാണ് യഥാർത്ഥത്തിൽ ഒരു വലിയ കലാപം ഉണ്ടാകുന്നത്. ഈ കലാപം, ഡൽഹി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ 1947 സെപ്റ്റംബർ മാസം, ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി. സെപ്റ്റംബറിൽ ഡൽഹിയിൽ കലാപം ഉണ്ടാകും. അത് 48 ജനുവരി വരെ നീളുകയാണ്. ഇങ്ങനെ ഇല്ല പ്രധാനം കത്തി അണഞ്ഞും ഇങ്ങനെ പോവുകയാണ്. അദ്ദേഹം ഒരു ഫാസ്റ്റിംഗ് നടത്തുന്നുണ്ട്. ഫാസ്റ്റ് അൺടു ഡെത്ത്, മരണം വരെ നിരാഹാരം. ഗാന്ധിയെക്കുറിച്ച് പറയാം, അദ്ദേഹം ഫാസ്റ്റിംഗ് നടത്തി വിജയിച്ച ഏക സംഭവം എന്ന് ചോദിക്കുമ്പോൾ ആളുകൾ പറയുന്നുണ്ട് 1932 പൂന പാക്റ്റ് ആണ്. പൂന പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ SC/STകൾക്ക് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് അനുവദിച്ചുകൊണ്ട് റാംസെ മക്ഡൊണാൾഡ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, കമ്മ്യൂണൽ അവാർഡ് പാസ്സാക്കുന്നു. അപ്പോൾ ഗാന്ധി പറയുന്നു, എൻ്റെ സമൂഹത്തെ വിഭജിക്കാൻ ഞാൻ അനുവദിക്കില്ല. അപ്പോൾ SCക്ക് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് വരും. അന്ന് അങ്ങനെയായിരുന്നു. മുസ്ലിങ്ങൾക്കും ലാറ്റിൻ ഇന്ത്യൻസിനും ഒക്കെ സെപ്പറേറ്റ് ഇലക്ടറേറ്റാണ് എന്ന് പറഞ്ഞാൽ അവരുടെ മണ്ഡലം
അവർ മാത്രമാണ് വോട്ട് ചെയ്യുന്നത്, അവരുടെ സ്ഥാനാർത്ഥി, അങ്ങനെ കൊടുക്കും. അതാണ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന് പറയുന്നത്. ഈ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കാരണം എന്താണ് സംഭവിച്ചത്? ഈ രാജ്യത്തിനുള്ളിൽ വേറെ രാജ്യങ്ങളുണ്ടായി. അപ്പം മുസ്ലിങ്ങൾക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റൂ. ഇവിടെ ഉണ്ടായിരുന്ന കാര്യം, ഇവിടെ ഇപ്പോൾ ഓരോരുത്തർ പഹൽഗാമൊക്കെ നോക്കിയിട്ട് മതം നോക്കി കൊന്നു എന്നൊക്കെ പറയുന്നു. ഇവിടെ മതം നോക്കി വോട്ട് ചെയ്യാൻ പോലും പറ്റുമായിരുന്നു. സിമ്പിളായിട്ട് പറഞ്ഞാൽ അതല്ലേ. അവിടെ ഒരു വോട്ടെടുപ്പ് നടക്കുന്നു, ഞാൻ ഇവിടുത്തെ ഈ വാർഡിൽ അംഗമാണ്, എന്നിട്ട് നോക്കും നീ വാർഡിൽ അംഗമാണ്, പക്ഷെ നിന്റെ മതം ഏതാണ്? എൻ്റെ മതം, പോടാ എന്ന് പറഞ്ഞ് ഓടിക്കുന്ന, അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ. ആരും പോകാറില്ല, എല്ലാവരും നോക്കിയും കണ്ടു നിൽക്കും. ഇങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ഇവിടെ. രാജ്യങ്ങൾക്കുള്ളിൽ രാജ്യങ്ങളുണ്ടാവുക, രാജ്യമില്ല, അല്ലാതെ ഈ കൊച്ചു രാജ്യം. അതുകൊണ്ടാണ് അംബേദ്കർ പറഞ്ഞത്, അതുകൊണ്ടാണ് ജിന്നയും പറഞ്ഞൊരു കാര്യം ഇതാണ്, ഈ 2 നേഷൻ തിയറി എന്നൊക്കെ പറയുന്നത് ഒരു രാജ്യം പോലെ തോന്നിക്കുന്നെങ്കിലും അതിന് ഉള്ളിൽ വേറൊരു രാജ്യമുണ്ട്. കലത്തിനുള്ളിൽ ഒരു കലം, കുടത്തിനുള്ളിൽ ഒരു കുടം പോലെ എൻറ്റിറ്റി ഉണ്ടാവുക. അപ്പം ഞാൻ ഈ ഡൽഹി റൈറ്റ്സിലേക്ക് തിരിച്ചു വരാം. ഈ ഡൽഹി റൈറ്റ്സിൻ്റെ സമയത്ത് ഇദ്ദേഹം ഫാസ്റ്റ് ആൻഡ് ഡെത്താണ്. അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങൾ, 3 ഉപാധികളാണ്. ഒന്ന്, റെസ്റ്റോർ കമ്മ്യൂണൽ ഹാർമണി, മതമൈത്രി ഉറപ്പാക്കുക, വയലൻസ് നിർത്തുക, ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും ഒരുമിച്ച് ജീവിക്കുക. ഇതാണ് അദ്ദേഹത്തിന് ഒന്നാമത്തെ ഡിമാൻഡ്. രണ്ടാമത്തത്, എൻഷുർ ദ സേഫ്റ്റി ഓഫ് മുസ്ലിംസ് ഇൻ ഇന്ത്യ, അലോ ദം ടു ലീവ് വിത്തൗട്ട് ഫിയർ. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ കഴിയാത്ത മുസ്ലിങ്ങളെ ഭയമില്ലാതെ ജീവിക്കാൻ അനുവദിക്കുക, അവരെ സുരക്ഷ ഉറപ്പാക്കുക. മൂന്നാമത്തെ ഇതായിരുന്നു, ഇന്ത്യ ഗവൺമെൻറ് ഷുഡ് റിലീസ് Rs 56 crore, 56 കോടി രൂപ പാകിസ്ഥാന് കൊടുക്കാനുണ്ടായിരുന്നു. ഒരു 75 കോടി ഉണ്ടായിരുന്നു, 20 കോടി കൊടുത്തു, ബാക്കി 55 കോടി കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ സർദാർ പട്ടേലും നെഹ്റുവും ഒക്കെ ചേർന്നുള്ള ക്യാബിനറ്റ് പറഞ്ഞു, ഇവർ കാശ്മീരിൽ ഇൻകേർഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നമുക്കെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളിപ്പോൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസയ്ക്ക് കൂടെ നമ്മൾ ആളിനെ വെക്കും, അതുകൊണ്ട് എന്തായാലും യുദ്ധം കഴിഞ്ഞ് കൊടുത്താൽ മതി എന്ന് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചു. അപ്പോഴാണ് ഗാന്ധി പറഞ്ഞത്, അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊടുക്കണം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ചത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം, അന്ന് അവിടെ നടത്തിയൊരു പ്രസംഗമാണ്. ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ ആക്രമണത്തിന് ഇരയായത് മുസ്ലിങ്ങളായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ പോയി പ്രസംഗിക്കുകയാണ്. ഐ ആം സർപ്രൈസ്ഡ് ആൻഡ് ഓൾസോ അഷെയിംഡ് ദാറ്റ് ഐ ആം സ്റ്റിൽ അലൈവ്. ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതിൽ എനിക്ക് ഭയങ്കര നാണക്കേട് തോന്നുന്നു. ഗാന്ധി പറയാം, അത്ഭുതവും തോന്നുന്നു. ഐ ആം ദ സെയിം പേഴ്സൺ ഹൂസ് word was honored by the millions of the country. ഈ നാട്ടിലെ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ എൻ്റെ വാക്ക് മാനിച്ചിരുന്നു. You want only the Hindus to remain in India and say that none else should left behind? നിങ്ങൾ എന്താ പറയുന്നത്? ഹിന്ദുക്കൾ മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയോ, വേറെ ആരും ഇവിടെ വേണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? അദ്ദേഹം ചോദിക്കുകയാണ്. You may kill the Muslims today. നിങ്ങൾ ഇന്ന് മുസ്ലിങ്ങളെ കൊല്ലുന്നു. But what will you do tomorrow? നാളെ നിങ്ങൾ എന്ത് ചെയ്യും? What will happen to the Parsis and the Christians and then to the British? പിന്നെ പാഴ്സികളൊക്കെ എന്ത് സംഭവിക്കും? ക്രിസ്ത്യൻസിനും സംഭവിക്കും. പിന്നെ ബ്രിട്ടീഷുകാർക്ക് എന്ത് സംഭവിക്കും? ആഫ്റ്റർ ഓൾ ദേ ആർ ഓൾസോ ക്രിസ്ത്യൻസ്. അവരും ക്രിസ്ത്യൻസ് അല്ലേ? അദ്ദേഹം ഇത് ചെയ്യില്ലെന്ന് നമുക്ക് മൊത്തം മനസ്സിലാവുന്ന എത്രയേ ഉള്ളൂ. അദ്ദേഹം സംസാരിക്കുന്നത് ഹിന്ദുക്കളോടാണ്. നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? നിങ്ങൾ മാത്രം മതിയോ ഇവിടെ? നിങ്ങൾ ഇന്ന് മുസ്ലിങ്ങളെ കൊല്ലുന്നു, നാളെ ക്രിസ്ത്യാനികളെ കൊല്ലുന്നു, മറ്റന്നാൾ പാഴ്സികളെ കൊല്ലുന്നു, പിന്നെ ബ്രിട്ടീഷുകാരെ കൊല്ലും. ഞാൻ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കേണ്ടി വന്നത് എൻ്റെ ഒരു ഭയങ്കര ദുഃഖം തോന്നുന്നു എനിക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ റൈറ്റ് തുടങ്ങുന്നതിൻ്റെ ഇതൊന്ന് നോക്കണം. അദ്ദേഹത്തിൻ്റെ സെക്കുലർ ക്രെഡൻഷ്യൽസിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. 47 സെപ്റ്റംബറിലാണ് തുടങ്ങുന്നത്. 48 ജനുവരി, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, 5 മാസം. ജനുവരി 30 ഇദ്ദേഹം മരിക്കുന്നുണ്ട് രക്തസാക്ഷ്യത്തിന്. ഇദ്ദേഹം ഫാസ്റ്റ് നടത്തുന്നത് എന്നറിയോ? ജനുവരി 13 മുതൽ 18 വരെയാണ്. അതായത് ഈ ലഹള തുടങ്ങി 1, 2, 3, 4, 5ാമത്തെ മാസമാണ് ഇദ്ദേഹത്തിൻ്റെ ഫാസ്റ്റ്. ജനുവരി 12 ആയപ്പോഴത്തേക്ക് ഈ ലഹളയുടെ പല ഘട്ടങ്ങളും എരിഞ്ഞും കത്തിയും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ചില സമയങ്ങളിൽ കുഴപ്പമില്ല, ഒരു ലള്ളുണ്ടാവും, പിന്നെ വീണ്ടും കത്തും. ജനുവരി 12 ആയപ്പോഴത്തേക്ക് ഹിന്ദുസ്ഥാൻ ടൈംസ് ഉൾപ്പെടെയുള്ള പത്രങ്ങൾ പറഞ്ഞു ഇത് അടിച്ചമർത്തി, ഇത് ആളുകൾ തിരിച്ചു വരാൻ തുടങ്ങി. ഈ തിരിച്ചു വരാൻ തുടങ്ങി എന്ന് പറഞ്ഞ് പത്രങ്ങളിൽ വാർത്ത വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഗാന്ധിജി നിരാഹാരവ്രതം തുടങ്ങുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് പറയാണ്. എന്നിട്ട് ഇദ്ദേഹത്തിന് 3 എണ്ണം. ഒന്ന്, മുസ്ലിങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം.
അത് ഓൾറെഡി മുസ്ലിങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. 2, എല്ലാവരും മതമൈത്രി പ്രഖ്യാപനം ഒപ്പിടണം. 3 നേതാക്കന്മാർ. അത് എളുപ്പമാണ്, വിളിച്ച് 3 പേരെ വിളിക്കാന്നുണ്ടെങ്കിൽ തൊപ്പിയും താടിയൊക്കെ ആയിട്ട് കുറേ ആളുകൾ വന്നിരുന്ന് ഒപ്പൊക്കെ ഇട്ട് മറിക്കും. അവർക്ക് സന്തോഷം, ഗാന്ധിക്ക് സന്തോഷം. 3 55 കോടി കൊടുക്കണം. ഇദ്ദേഹം 13-ാം തീയതിയാണ് തുടങ്ങിയത്. 14-ാം തീയതി തന്നെ പട്ടേലും നെഹ്റു ഉൾപ്പെടെയുള്ള ക്യാബിനറ്റ് കൂടിയിട്ട് ഈ 55 കോടി കൊടുക്കാം. കാരണം എന്നല്ല, ഇപ്പോൾ കൊടുക്കാൻ ഞങ്ങൾ ആലോചിച്ചിരുന്നല്ല. പട്ടേൽ പറഞ്ഞു ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല, ഇത് അങ്ങനെയല്ല രാജ്യം കൊണ്ടുപോകണം. അദ്ദേഹം എന്താ ഇങ്ങനെ പറയുന്നത്? പക്ഷേ പട്ടേലിന് എന്നും ഗാന്ധിക്ക് വഴങ്ങിയുള്ള ശീലമേ ഉള്ളൂ. അത് പട്ടേൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആവേണ്ട ആളല്ലേ. ഗാന്ധി പറഞ്ഞു നീ ആവണ്ട, നെഹ്റു ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഏതാണ്ട് മഹാഭൂരിപക്ഷം വരുന്ന PCCകളുടെ പിന്തുണ ഉണ്ടായിട്ടും പട്ടേലിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാൻ കഴിഞ്ഞില്ല. ആരും പിന്തുണയ്ക്കാത്ത നെഹ്റുവാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. കാരണം ആരും പിന്തുണയ്ക്കാത്തവനെ ഗാന്ധി പിന്തുണച്ചു എന്നുള്ളതാണ്. ഗാന്ധി അല്ലാതെ വേറെ 16 വർഷത്തോളം നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ അതിന് ഒരേ ഒരു കാരണക്കാരൻ ഗാന്ധിയാണ്. അതൊരു പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ ആണെന്നാണ് ഞാൻ കാണുന്നത്. പക്ഷേ അവിടെ ജനാധിപത്യ ബോധം എന്ന് പറയുന്ന സാധനം അദ്ദേഹത്തിനില്ല. സംഗതി കൊള്ളാം, റിസൾട്ട് നല്ലതാണ്, അത് ഞാൻ സമ്മതിച്ചു, അത് ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് വന്ന വഴി നോക്കുമ്പോൾ ഇത്തിരി പ്രശ്നമുണ്ട്. ഉത്തരം ശരിയാണ്, വഴി ശരിയല്ല. പട്ടേൽ പറഞ്ഞു പറ്റില്ല, നെഹ്റു പറഞ്ഞു പറ്റില്ല. പക്ഷെ അവസാനം പറഞ്ഞു ഗാന്ധി ഇങ്ങനെ മരിക്കാൻ പോവാണ്. ഗാന്ധി ഒന്നാമത് 78 വയസ്സായി. ഇനി നമ്മളിങ്ങനെ കിടന്ന് 13-ാം തീയതി അദ്ദേഹം തുടങ്ങി, 14-ാം തീയതി തന്നെ അവരത് അനുവദിച്ചു. 15-ാം തീയതി അദ്ദേഹത്തിൻ്റെ ഒന്ന് പറഞ്ഞു, എന്നിട്ട് ഇദ്ദേഹം പിന്മാറിയില്ല. ഇദ്ദേഹം 18 വരെ നിരാഹാരം കിടക്കുക. പിന്നെ ഇദ്ദേഹത്തിന് 2 ഫയലുകൾ ശരിയാണ്. ഒന്നെന്താണ്, മുസ്ലിങ്ങളുടെ സേഫ്റ്റി ഉറപ്പുവരുത്തണം, അതിനുള്ള ഉറപ്പുകളൊക്കെ വരുത്തണം. 2, ഒരു മൈത്രി ഒപ്പിടണം, പാക്റ്റ്. ഇത് 3 ഒപ്പിടുന്നു. ഇദ്ദേഹത്തിൻ്റെ അദ്ദേഹം 18-ാം തീയതി ഈ നിരാഹാര വ്രതം അവസാനിപ്പിക്കും. അത് കുറേ ദിവസം, ഒരാഴ്ചത്തേക്ക് അല്ലെ 1.5 ആഴ്ചത്തേക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. ഓൾറെഡി ഈ റൈറ്റ് സബ്സൈഡ് ചെയ്ത് വരുന്ന സമയമാണ്, അവസാന ഘട്ടമാണ്. പിന്നെ ഇദ്ദേഹം 30-ാം തീയതി മരിക്കുന്നു. മരിച്ചതിന് ശേഷം വീണ്ടും ഇത് തുടരുന്നു. ഇതാണ് അതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഇദ്ദേഹം ഇവിടെ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ വലിയ വിജയമായിട്ടാണ് പലരും ഇതിനെ അവകാശപ്പെടുന്നത്. പക്ഷേ ഇതിന് വിജയം ഇത്രേ ഉള്ളൂ. ഒന്ന്, ലീഡേഴ്സിൻ്റെ ഒരു ട്രീറ്റ് ഉണ്ടാക്കുന്നു, മത നേതാക്കളെല്ലാം കൂടെ വന്ന് ഒപ്പിട്ട് കൊടുക്കുന്നു ഇദ്ദേഹത്തിന്. അദ്ദേഹം ഒപ്പിടുന്നു, സന്തോഷം. 55 കോടി കൊടുക്കുന്നു, പാകിസ്ഥാന് കൊടുക്കുന്നു, അത് സന്തോഷം. പിന്നെ 3-ാമത്തത് ഈ സുരക്ഷ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇദ്ദേഹം പാകിസ്ഥാനിന് 55 കോടി, ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാന് 55 കോടി കൊടുത്തില്ലെങ്കിൽ ഞാനിപ്പോൾ മരിക്കുമെന്ന് ഗാന്ധി പറഞ്ഞപ്പോൾ പട്ടേലും നെഹ്റു ഒക്കെ വഴങ്ങുന്നു. അവർക്ക് വേറെ വഴിയില്ല. അപ്പോൾ ഇദ്ദേഹം എന്താണ് പ്രതീക്ഷിച്ചുള്ളതെന്ന് അറിയില്ല. പക്ഷേ പാകിസ്ഥാൻകാർ ഇത് മൈൻഡ് ചെയ്യാനേ പോയിട്ടില്ല. പിന്നെ പാകിസ്ഥാൻകാരെ സംബന്ധിച്ച് എന്നും ഗാന്ധി എന്ന് പറയുന്ന ഒരു കേവലമായ ഒരു ഹിന്ദു കോൺഗ്രസ് ലീഡർ മാത്രമാണ്. ഗാന്ധിയുടെ ജിന്നയുടെയൊക്കെ ഒരു അഭിപ്രായം വെച്ചാൽ ഫുൾ ഓഫ് ട്രിക്സ് ആണ് ഈ മനുഷ്യനുള്ളത്, കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ജിന്നയുടെ അഭിപ്രായം. അത് തന്നെയാണ് പാകിസ്ഥാൻ്റെ അഭിപ്രായം. Pakistan's official and private correspondents acknowledge Gandhi's moral pressure, but dismissing it as a Congress ploy to appear magnanimous. അപ്പോൾ പാകിസ്ഥാൻകാർ ചോദിച്ചതാണ്, ഈ പൈസ തരാനുള്ളതാണ്, 70 കോടി ഉണ്ടായിരുന്നു, അതിൽ 20 കോടി തന്നു, ബാക്കി 55 കോടി ഉണ്ട്. അത് തരുന്നതിന് എന്തിനാണ് നിങ്ങൾ നിരാഹാരം കിടക്കേണ്ട കാര്യം എന്താണ്? ഇത് നിങ്ങൾ എവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടിരുന്നല്ലേ? ചിലന്തി അതിൻ്റെ ശരീരത്തിൽ നിന്ന് നൂലെടുത്ത് വല ഉണ്ടാക്കുന്നത് പോലെ നിങ്ങളൊരു ഔദാര്യമാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഗാന്ധി അത് ചെയ്തതെന്നാണ് അവർ പറയുന്നത്. കൊടുക്കേണ്ട പൈസ അല്ലേ? അപ്പം ഞാനൊരാൾക്കൊരു പൈസ കൊടുക്കണമെങ്കിൽ നിങ്ങൾ നിരാഹാരം കിടന്നിട്ട് ഞാൻ പൈസ കൊടുക്കുമ്പോൾ കണ്ടോ, ഞാനങ്ങനെ കിടന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ആരും തന്നെ ഇത് അക്നോളജ് ചെയ്തേയില്ല. ജിന്ന സൈലൻസ്, ജിന്ന അതിനെ നിശബ്ദമായിരുന്നു. ഡോൺ എന്നുള്ള പത്രം ജനുവരി 15, 1948 എഴുതിയത് ഫോഴ്സിങ് ഇന്ത്യ ടു ഓണർ ഇറ്റ്സ് പ്ലഡ്ജ്. ഗാന്ധി ചെയ്തതിനെ കുറിച്ച് പറയാണ്, പ്രതിജ്ഞ പാലിക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചു ഗാന്ധി. അതായത് ഇന്ത്യക്ക് കുഴപ്പമുണ്ട്, പിന്നെ ഗാന്ധി എന്ന് പറയുന്ന ഒരാൾ അങ്ങനെ ചെയ്തു, ഇത്രേ ഉള്ളൂ. അപ്പം ഇന്ത്യക്കാണ് അവിടെയും കുഴപ്പം, കൊടുത്തവർക്കാണ് കുഴപ്പം. പാകിസ്ഥാൻ ടൈംസ് എഴുതി ഇന്ത്യസ് ഇനിഷ്യൽ വിത്ത്ഹോൾഡിംഗ് ആസ് ബാഡ് ഫെയ്ത്ത്. പാകിസ്ഥാൻ ടൈംസ് എന്നുള്ള പത്രം എഴുതിയത്, അവിടുത്തെ അന്നത്തെ പ്രമുഖ പത്രം, ഒരുപാട് പത്രങ്ങളൊന്നുമില്ല. ഇത് പൈസ തന്നതിലല്ല കാര്യം, ഇത് തടഞ്ഞു വെച്ചത് മോശമായിപ്പോയി എന്നാണ് മനസ്സിലായി. ദ ന്യൂയോർക്കർ 1948 എഴുതിയത്,
അവിടെയുള്ള ലാഹോറിലുള്ള ഒരു റെഫ്യൂജി ക്യാമ്പിൽ ചെന്നിട്ട് ഒരാളുടെ ഒരു ഇൻ്റർവ്യൂ എടുത്തു. അതിൽ അദ്ദേഹം പറഞ്ഞത് ഗാന്ധീസ് മണി ഹെൽപ്സ് അസ് ബട്ട് ഹീ ഈസ് നോ ഫ്രണ്ട് ഓഫ് പാകിസ്ഥാൻ. അദ്ദേഹത്തിന് പൈസയൊക്കെ കൊള്ളാം, പക്ഷേ അദ്ദേഹം ഞങ്ങളുടെ സുഹൃത്തല്ല, പാകിസ്ഥാൻ്റെ സുഹൃത്തല്ല. ലീഗ് 1948 ഒരു പാംഫ്ലെറ്റ്, അത് രാമചന്ദ്ര ഗുഹ സൈറ്റ് ചെയ്യുന്ന ഒന്നാണ്. അതിനകത്ത് പറയുന്നത് ഗാന്ധീസ് ഫാസ്റ്റ് വാസ് എ ഹിന്ദു ട്രിക്ക് എന്നാണ് പറയുന്നത്. ലീഗ്, മുസ്ലിം ലീഗ്. ന്യൂസ് 18 ഈ അടുത്തിടെ നമ്മുടെ ഒരു ചാനൽ ഉണ്ടല്ലോ, 2023 ഒരു 8ാം ക്ലാസ്സിലെ ഒരു ടെക്സ്റ്റ് ബുക്ക്, പാകിസ്ഥാനിലെ ടെക്സ്റ്റ് ബുക്കുകളിലൊന്നും ഗാന്ധിയൊക്കെ ചുമ്മാ എവിടെയൊക്കെ എഴുതി പോകും. അവിടെ എല്ലാം മൊത്തം ജിന്നമയം, പിന്നെ 2 നേഷൻ തിയറി, അങ്ങനെയൊക്കെയുള്ള സംഗതിയാണ്. ഇന്ത്യൻ സുഭാഷ് ചന്ദ്രബോസ് ആരാണെന്ന് നിങ്ങൾ പാകിസ്ഥാനിൽ ചെന്ന് ചോദിച്ച് ഒരു 100 പേരൊക്കെ ചോദിച്ചാൽ ഒരാൾ പോലും പറയണമെന്നില്ല. അതാണ് അവസ്ഥ. അവരങ്ങനെയാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ഗാന്ധിയൊക്കെ കുറേ ഹിന്ദു നേതാക്കന്മാർ അവിടെ ഇവിടെ ഇങ്ങനെ, പിന്നെ ഫാസ്റ്റിങ്ങും ഇങ്ങനെയൊക്കെ ഉള്ളൂ. 8ാം ക്ലാസ്സിലെ ഗാന്ധി, അവിടുത്തെ 8ാം ഗ്രേഡ് പുസ്തകം, പാകിസ്ഥാനിലൊരു പുസ്തകത്തിൽ ഇപ്പോൾ ഉള്ള പുസ്തകമാണ്. ഗാന്ധീസ് ലീഡർഷിപ്പ് എന്ത് ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഫോസ്റ്റേർഡ് ഹേറ്റ്രഡ്, ജലസി ആൻഡ് നാരോ മൈൻഡഡ്നെസ് ആൻഡ് പ്രയോറിറ്റൈസിങ് ഹിന്ദു റൈറ്റ്സ്. ഹിന്ദുക്കളുടെ അവകാശങ്ങൾക്ക് മുൻഗണന കൊടുത്ത് വിദ്വേഷം, അസൂയ, സങ്കുചിത മനോഭാവം ഇതൊക്കെ വളർത്തിയെടുത്ത ഒരു നേതാവായിരുന്നു ഗാന്ധി എന്നാണ് 8ാം ക്ലാസ്സിലെ പാകിസ്ഥാൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഗാന്ധി ഇവിടെ എന്താ ചെയ്തത്? യുദ്ധസമയമാണെങ്കിലും നമ്മൾ 55 കോടി കൊടുക്കണം. ഇതിനാണ് നമ്മൾ മലയാളത്തിലൊക്കെ വെച്ചു സിഗ്നലിംഗ് അറ്റ് ഇറ്റ് സ്പീക്ക് എന്ന് പറയുന്നത്. അപ്പം നെഹ്റുവും പട്ടേലും അടങ്ങുന്ന ഇന്ത്യൻ നേതൃത്വം ഇളിഫരായി. ഗാന്ധി വിജയിച്ചു. പക്ഷേ ഇതാരൊക്കെ നേർക്കാണോ ഈ പ്ലേയിങ് ടു ദ ഗാലറി എന്ന് പറയുമ്പോൾ ആ ഗാലറിയിൽ നിന്ന് കൈയടിയൊന്നും വന്നില്ല. ഇനി എന്തുകൊണ്ടാണ്, ഇതാണ് എൻ്റെ പോയിന്റ്. ഗാന്ധി 3 കാര്യങ്ങൾ നേടും. 55 കോടി കൊടുത്തു, ട്രീറ്റി എല്ലാവരെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു. അത് എളുപ്പമാണ്. അവന്മാരിങ്ങനെ നടക്കുകയാണ്. ഇങ്ങനെ കുറേ നേതാക്കന്മാർ, ഒരു സ്വാമി ഉണ്ടാവും, ഒരു അച്ഛനുണ്ടാവും, ഒരു മുള്ളയുണ്ടാവും, പിന്നെ കുറേ അവരെല്ലാം കൂടി ഇങ്ങനെ എവിടെ ഒപ്പിടണമെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുകയായിരുന്നു. സത്യത്തിൽ ഇവന്മാർക്ക് ഈ വർഗീയ ലഹളകൾ അവസാനിപ്പിക്കാനോ തുടങ്ങാനോ ഒന്നും വലിയ കഴിവൊന്നുമില്ല. ഒരു വർഗീയ ലഹളയെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. ഏത് വർഗീയ ലഹളയാണേലും അതിനൊരു നാച്ചുറൽ സൈക്കിളുണ്ട്, ഒരു ഇൻസ്റ്റിഗേഷൻ ഉണ്ട്, ഒരു സ്പാർക്ക് ഉണ്ട്, ഒരു തുടക്കമുണ്ട്, ഒരു ഫ്ലെയറപ്പ് ഉണ്ട്, ഒന്നടങ്ങും, പിന്നെ വീണ്ടും ഒന്നടങ്ങും. ഇങ്ങനെ പല പല രീതിയിലാണ് ഇത് പോകുന്നത്. അവസാനം മിക്കവാറും എല്ലാ ലഹളകളും അടിസ്ഥാനപരമായി എങ്ങനെ അവസാനിക്കുന്നത് എന്നുള്ളതിനാണ് ഞാൻ പറഞ്ഞത്. റൈറ്റ്സ് ടിപ്പിക്കലി ഫോളോ എ സൈക്കിൾ. ഇനീഷ്യൽ ഔട്ട് ബ്രേക്ക്, തുടക്കത്തിലെ രോഗം ഒരു പകർച്ചവ്യാധിയെ പോലെ പെട്ടെന്ന് തുടങ്ങുന്നു, പെട്ടെന്ന് ഇൻറ്റൻസിറ്റിയിലേക്ക് വരുന്നു. ആദ്യത്തെ 2 ദിവസം ഭയങ്കര കൊല, അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കിണറ്റിലിടുന്നു, കത്തിക്കുന്നു. പിന്നെന്താണ്? ദെൻ എ ഡെക്ലൈൻ ഡ്യൂ ടു എക്സോഷൻ ഓഫ് റിസോഴ്സസ്. ആളുകൾ മരിക്കും, സമ്പത്ത് കുറയും, ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാതാവും, പോലീസ് ഇറങ്ങും, പട്ടാളം ഇറങ്ങും. അപ്പോഴത്തേക്ക് ഒന്ന് എക്സോസ്റ്റഡ് ആവും, ഒരു തളർച്ച, റേറ്റ് കുറയും. ദെൻ പോലീസ് ഇൻ്റർവെൻഷൻ ശക്തമാവും. പോലീസ് എപ്പോഴും ഇതെല്ലാം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഗവൺമെൻറ് മിക്കവാറും ഇന്ത്യയിൽ വേറൊരു പങ്കുണ്ട്, ഗവൺമെൻറ്റും കുറച്ച് കഴിഞ്ഞേ വരത്തുള്ളൂ. ദെൻ കമ്മ്യൂണിറ്റി ഫറ്റിക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മതി, കുറേയൊക്കെ ആയി, ഓക്കെ, ഇനി ആരും വീട്ടിലൊന്നും ആരും ഇല്ല. എല്ലാ ലഹളകളും ഈ ഒരു സൈക്കിളിലൂടെ പോകും. ഈ ലഹളയ്ക്ക് മുന്നേ വേണമെങ്കിൽ നമുക്കൊരു പദയാത്രയും നടത്താം, അതിനുശേഷം ഒരു ഭജനയും നടത്താം. പക്ഷേ ലഹളകൾ, ഇന്ത്യയിൽ നടന്നിട്ടുള്ള ലഹളകളെല്ലാം ഈ ഒരു പാറ്റേണിലാണ് പോയിട്ടുള്ളത്. അടിച്ചമർത്താതെ, പോലീസ് ഇടപെടാതെ, ബലം പ്രയോഗിക്കാതെ അവസാനിക്കാറില്ല ലഹളകൾ. ഒക്കെ ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു മീറ്റിംഗ് ഒക്കെ വെക്കാം, ഒരു സർവ്വമത പ്രാർത്ഥനയെ, ഈശ്വർ അള്ളാ തേരെ നാം ഒക്കെ അടിച്ചുവിടാം. എന്നിട്ട് വേണമെങ്കിൽ പറയാം അദ്ദേഹം ശാന്തി ദൂതുമായി എത്തി എന്നൊക്കെ പറയാം. ആക്ച്വലി ഓക്കെ, അതിൻ്റെ കൂടെ പോകും. പക്ഷേ ആക്ച്വലി ഇതാണ് അതിൻ്റെ ഒരു സൈക്കിൾ. ഇത് ഈ ഒരു പടം നിങ്ങൾ കാണുന്നുണ്ട്. മുസ്ലിങ്ങൾ ഡൽഹിയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്ന ദയനീയമായ ചിത്രമാണ് ഇത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പല പ്രസൻറ്റേഷൻ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിംസ് വേർ ദ വിക്ടിംസ് ഓഫ് ഡൽഹി റൈറ്റ്സ്. പ്രധാനമായിട്ട് കൽക്കട്ടയിൽ നടക്കുന്ന ഒരു വർഗീയ ലഹള പോലെ അല്ല നവോഖാലിയിൽ നടക്കുന്നത്. നവോഖാലിയിൽ നടക്കുന്ന ഒന്ന പോലെയല്ല ബീഹാറിൽ നടക്കുന്നത്, അതല്ല പഞ്ചാബിൽ നടക്കുന്നത്. ആ പ്രദേശത്ത് പ്രാദേശികമായിട്ടുള്ള എണ്ണവും വണ്ണവും ഒക്കെ അതനുസരിച്ചാണ് അവിടുത്തെ ഉള്ള ഹത്യകളും ഒക്കെ സംഭവിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും എണ്ണമാണ് അവിടെയും പ്രധാനം. ആക്ച്വലി ഡൽഹിയിൽ ഇത്രയും 3 കാര്യങ്ങൾ നടന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചറിയാം. ഇറ്റ് വാസ് ക്വൈറ്റ് ഈസി ഫോർ ഗാന്ധി ടു മേക്ക് പീസ് ദെയർ. വൈ? ബിക്കോസ് അവിടെ കൂടുതൽ ശക്തമായി നിൽക്കുന്ന ഹിന്ദുസാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് മാത്രം അവിടെ ജീവിച്ചാൽ മതിയോ, നിങ്ങൾ ആരെയൊക്കെയാണ് കൊല്ലുന്നതെന്നൊക്കെയുള്ള പ്രസംഗം. അപ്പോൾ ഹിന്ദുസ് വർ മേഡ് ടു മേക്ക് കൺസെഷൻസ്. ഒരു ലഹള നടന്നു കഴിഞ്ഞാൽ കൺസെഷൻസ് ഉണ്ടാക്കണം. അപ്പോൾ ഹിന്ദുക്കളാണ് അവിടെ കൺസെഷൻ ഉണ്ടാക്കേണ്ടത്, മുസ്ലിങ്ങളെ തിരിച്ചു കൊണ്ടുവരേണ്ടത്, അവരെ ഇതൊക്കെ ഒഴിഞ്ഞു കൊടുക്കേണ്ടത്. സോ
I think it was easier for Gandhi to deal with Hindus. And they made concessions, so treaty ഒക്കെ ആയി എല്ലാം ശരിയായി. ഇനി ഇത് പാർട്ടീഷൻ കഴിഞ്ഞ് തുടങ്ങിയ ലഹളയാണേ. നിങ്ങൾക്കറിയാം, ഇന്ത്യ പാർട്ടീഷൻ കഴിഞ്ഞാണ് വിഭജനത്തിന് ശേഷമുള്ള ലഹളകൾ എന്നല്ല യഥാർത്ഥത്തിൽ പറയുന്നത്. ഏറ്റവും വലിയ ലഹളകൾ നടന്നിട്ടുള്ളത് വിഭജനത്തിന് മുന്നെയാണ്. 3 പ്രധാനപ്പെട്ട ലഹളകൾ. ഒന്ന് 1946 ഓഗസ്റ്റ് 15, ഓഗസ്റ്റ് 16. ഈ 2 ദിവസങ്ങളിലാണ് ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറയുന്ന മുസ്ലിം ലീഗ് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന ലഹള കൽക്കട്ടയിൽ നടക്കുന്നത്. 4000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അത് അന്നത്തെ പ്രധാനമന്ത്രി, ബംഗാളിൻ്റെ പ്രധാനമന്ത്രി സുഹ്രാവാഡി എന്ന് പറയുന്ന ഒരാളാണ്. പുള്ളിയുടെ പോലീസ് ഒരു ദിവസം ഒന്നും അറിയാതെ കിടന്നു എന്നാണ് പറഞ്ഞത്. ഗുജറാത്തിൽ മോദിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണം ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉന്നയിക്കപ്പെടുന്നത് സുഹ്രാവാഡിക്കെതിരെയാണ്. ഹി വാസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ബംഗാൾ, അൺഡിവൈഡഡ് ബംഗാൾ. അതിനുശേഷമാണ് ഈ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞത്. അത് ആദ്യത്തെ ലഹള. എന്തിനാണെന്നറിയോ? ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല. നമ്മൾ അടരുവാൻ വയ്യാന്ന് പറയുമ്പോൾ അടർന്നേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിന്ന പറഞ്ഞു പോയി അടിച്ച് പിരിയാം എന്ന് പറഞ്ഞ് തുടങ്ങിയ അടിയാണ്. ചുമ്മാ അടിച്ചു, ഒരു ഫ്രം ദ ബ്ലൂ. അന്ന് സുഹ്രാവാദിയുടെ കുറേ പ്രസംഗങ്ങളൊക്കെ വളരെ പ്രകോപനപരമായിട്ടുണ്ടായിരുന്നു. 4000 പേര് കൊല്ലപ്പെട്ടു. 4000 സംഖ്യകൾ പലതാണ്. ചിലർ 10,000 പറയും, 5000 പറയും. എന്നാലും വലിയ തോതിൽ കൊല്ലപ്പെട്ടു. ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ ഘട്ടത്തിൽ ഒരുപാട് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു. പിന്നീട് ഹിന്ദുക്കൾ തിരിച്ചടിക്കുന്നു. കൽക്കട്ടയുടെ ഒരു പോപ്പുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഹിന്ദുക്കളാണ് കൂടുതൽ. സോ കൂടുതൽ കാഷ്വാലിറ്റി അവിടെ ഉണ്ടാകുന്നത് മുസ്ലിംസിനാണ്. ഹിന്ദുക്കൾ കുറച്ച് കാഷ്വാലിറ്റീസേ ഉള്ളൂ. അതിൻ്റെ പല റിപ്പോർട്ടുകളുണ്ട്. 4000 ഡെത്ത്. ഇതാ ഇന്ത്യ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇതൊന്നും കേട്ടിട്ടില്ല. നമ്മൾ ഒരു മാറാട് കലാപത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഓരോ കലാപത്തെക്കുറിച്ചോ കേൾക്കുന്നു. ഒരു ദിവസം കൊണ്ട് 4000 പേരൊക്കെ കൊല്ലപ്പെട്ട കലാപമാണ് കൽക്കട്ടയിൽ 1946, 45, ഒരു വർഷം മുന്നേ. അടുത്ത വർഷം സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും ലഹള. എല്ലാ സ്വാതന്ത്ര്യം കിട്ടാത്തപ്പോഴും ലഹള, സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും ലഹള. ലഹള അല്ലാതെ നമുക്കൊരു പാസ്റ്റ് ടൈം ഇല്ല എന്ന് തീരുമാനിച്ച ഒരു ജനതയായിരുന്നു നമ്മുടെ. ഇത് സുഹ്രാവാഡിയാണ്. സുഹ്രാവാഡി അതിനകത്ത് ഇൻവോൾവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്വാതന്ത്ര്യം അതിനുശേഷം 2 ലഹളകളോട് നടക്കുന്നു. ഒന്ന്, കൽക്കട്ടയിൽ ഞങ്ങളുടെ ആളുകൾ കൂടുതൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് പ്രതികാരം വീട്ടാനായിട്ട് നവോഖാലി എന്ന് പറയുന്ന ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന ബംഗാളിൽ, ഇപ്പോൾ അത് ബംഗ്ലാദേശിലാണ്, 2 ഫർഗാനകളിൽ 2 ഡിസ്ട്രിക്റ്റുകളിൽ മുസ്ലിങ്ങളെ തിരിച്ച് ഹിന്ദുക്കളെ കൊല്ലുന്നു. അതൊരു ഏകപക്ഷീയമായ ഹിന്ദു കൂട്ടക്കൊലയായിരുന്നു നവോഖാലി. 5000 പേര് വരെ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അത് ഒക്ടോബറാണ്, 1946 ഒക്ടോബർ. 47 ഓഗസ്റ്റ് 15 എന്നുള്ള ഡേറ്റ് എല്ലാവർക്കും അറിയാമല്ലോ. 46 ഒക്ടോബർ. അത് ഒരു ഒക്ടോബർ 10 മുതൽ 20 വരെയുള്ള ദിവസമായിരുന്നു. അതിന് ഈ നവോഖാലി കൂട്ടക്കൊല എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അത് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഒരുപാട് എഴുതപ്പെട്ടിട്ടുള്ള സംഭവമാണ്. അതിന് ബദലായിട്ട് എന്ത് ചെയ്തു? ഹിന്ദുക്കൾ ബീഹാറിൽ മുസ്ലിങ്ങളെ കൂട്ടക്കൊലയ്ക്ക് വിധേയമാകും. ഇതേ കണക്കുള്ള കാഷ്വാലിറ്റി റേറ്റ് അവിടെ മുസ്ലിങ്ങൾക്കുണ്ടാകും. അവിടെ ഹിന്ദുക്കളാണ് കൂടുതൽ. സി ദ പാറ്റേൺ. എവിടെയാണോ കൂടുതലുള്ളത് അവിടെയുള്ള മൈനോറിറ്റിയെ ആക്രമിക്കുക. കൽക്കട്ടയിൽ മാത്രമാണ് അത് തെറ്റിപ്പോയത്. ബാക്കിയെല്ലാം ഇങ്ങനെ ഭൂരിപക്ഷം അനുസരിച്ചാണ് പോയത്. അപ്പോൾ 3 വമ്പൻ ലഹളകൾ സ്വാതന്ത്ര്യത്തിന് മുന്നേ. 1 കൽക്കട്ട, 2 നവോഖാലി, 3 ബീഹാർ. ഇതിൽ ഒരിടത്താണ് ഗാന്ധി പോയത്. ഗാന്ധി പോയത് നവോഖാലിയിലാണ്. നവോഖാലി പോയിട്ട് പുള്ളി അവിടെ ലഹള തുടങ്ങിയപ്പോഴൊന്നുമല്ല പോയത്. ലഹളയൊക്കെ കഴിഞ്ഞ് ഒരു ഘട്ടമൊക്കെ കഴിഞ്ഞെല്ലാം ഒക്കെ ആയി കഴിഞ്ഞിട്ടാണ് പോകുന്നത്. എന്നിട്ട് പുള്ളി 4 മാസം അവിടെ അങ്ങ് ടെൻ്റ് അടിച്ച് അങ്ങ് താമസിക്കുന്നു. അവിടെ നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അദ്ദേഹം പോകുന്നിടത്തും വരുന്നിടത്തും ഒക്കെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിനെ 2 വിഭാഗം. ഒന്ന്, ഹിന്ദുക്കളുടെയൊക്കെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോളൂ, നിങ്ങളുടെ മുസ്ലിം സഹോദരന്മാരോടൊപ്പം ജീവിക്കാൻ കഴിയില്ലെങ്കിൽ അവർ കൊല്ലട്ടെ, നിങ്ങൾ പോകൂ. പക്ഷെ ഗാന്ധി പറഞ്ഞ ആരും കേട്ടില്ല. വെറും 10% ആളുകളാണ് ഈ ലഹളയെല്ലാം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞുള്ള അവസ്ഥയാണ്. ആളുകൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന 10% ആളുകൾ മാത്രമാണ് സ്വന്തം വീടുകളിലേക്ക് തിരിച്ചു പോയത്. അവർ പറഞ്ഞു, ഗാന്ധി നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങൾ മുസ്ലിങ്ങളെ അപ്പീസ് ചെയ്യുന്ന ഒരാളാണ്, ഞങ്ങളുടെ കാര്യത്തെ നിങ്ങളൊന്നും നോക്കത്തില്ല, നിങ്ങൾ പറയുന്നത് എന്ത് കേട്ടുകൊണ്ട് ഞങ്ങൾ പോകേണ്ടത്, നിങ്ങളെ അവർ മൈൻഡ് ചെയ്യുന്നില്ല. ഗാന്ധിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാന സമയത്തൊക്കെ ഇന്ത്യയിൽ ഒരു കത്തി നിന്ന സൂര്യനായിരുന്നെങ്കിൽ
നിസ്സഹകരണ പ്രസ്ഥാനം, ഖിലാഫത്ത് മൂവ്മെൻറ്റ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉപ്പ് സത്യാഗ്രഹം ആകുമ്പോഴാണ് ഗാന്ധിയുടെ പീക്ക് എന്ന് പറഞ്ഞാൽ, ഗാന്ധി ഒരു ഭയങ്കര നട്ടുച്ച സമയമാണ് ഉപ്പ് സത്യാഗ്രഹം. അത് കഴിഞ്ഞ് ഗാന്ധിജിയുടെ ഇത് താണോട്ട് വരികയാണ്. ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്ന ഒരു സമ്പൂർണ്ണ ദുരന്തമായിരുന്നു. അതുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഗാന്ധി കൂടെ കൂട്ടി വരും. പിന്നെ ഗാന്ധിയുടെ വോയിസ് കുറഞ്ഞു വന്നു. ഗാന്ധി ഒരു അയത്തുള്ള കൊമേനി പോലെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. പക്ഷെ അതിങ്ങനെ ചെറുതായി ചുരുങ്ങി വന്നു. ഗാന്ധിക്ക് അറിയാമായിരുന്നു ഒരു അണ്ണാ ഹസാരെയൊക്കെ ആയി മാറേണ്ട നാളാണ് ഗാന്ധിജി യഥാർത്ഥം. അത് അംബേദ്കർ പറയുന്നുണ്ട്. ഈ ഗാന്ധിജി ആളുകൾ ഓർക്കാൻ ഒരേ ഒരു കാരണം, ഗാന്ധി ജയന്തി എന്ന് പറഞ്ഞ് ഒക്ടോബർ 2 വെച്ച് ഒരാഴ്ചത്തെ പരിപാടികളും ശുചീകരണങ്ങളും ഒക്കെ നടത്തുന്നതുകൊണ്ടാണ്. അംബേദ്കറുടെ വാദമാണ്. ഈ 46 ലഹള, അതായത് ഡയറക്റ്റ് ആക്ഷൻ ദിവസത്തിൽ പ്രധാനമന്ത്രിയായിട്ടുള്ള സുഹ്രാവാദി, പുള്ളി ഈ പോലീസിനെ ഒന്നും നിർവീര്യമാക്കി ഇട്ടിരുന്നു എന്നുള്ള ആരോപണം കാരണം പുള്ളിക്ക് ഒരു പേര് കിട്ടിയിരുന്നു ബുച്ചർ ഓഫ് ബംഗാൾ. ഈ ബുച്ചർ ഓഫ് ബംഗാൾ എന്നുള്ള അതേ പരാമർശമാണ് ഈ ബേനസീർ ഭൂട്ടോയുടെ മകനായിട്ടുള്ള ബിലാവൽ ഭൂട്ടോ മോദിയെക്കുറിച്ച് പറഞ്ഞത്. ബുച്ചർ ഓഫ് ഗുജറാത്ത്. ഓരോ സ്ഥലത്തും ഓരോരോ ബുച്ചേഴ്സ് ഉണ്ടാവുകയാണ്. അത് തുടങ്ങിയത് ഞാൻ പറഞ്ഞില്ലേ, അവിടെയും ബുച്ചർ ഓഫ് ബംഗാൾ എന്നായിരുന്നു 46 സുഹ്രാവാദിയെക്കുറിച്ച് പറഞ്ഞു. അപ്പം ഈ നവഖാലിയിലെ ഒരു കാര്യം ഞാൻ പറയാം. നവഖാലിയിൽ ഇദ്ദേഹം ചെല്ലുന്നിടത്തെല്ലാം തന്നെ മുസ്ലിം നേതാക്കന്മാരൊക്കെ പറഞ്ഞ് തിരിച്ചു വിടണം, അടി കിട്ടും, തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു. ഡെത്ത് ത്രെട്ടുകൾ വന്നു. ഇദ്ദേഹത്തിൻ്റെ യോഗത്തിലെ ഹെക്ലിങ്സ് നടന്നു, തെറി വന്നു. പല സ്ഥലങ്ങളിലും അവർക്കാണ് അപ്പർ ഹാൻഡ് ഉള്ളിടത്ത് നിങ്ങളിവിടെ വാദമൊന്നും പറയാൻ വരണ്ട എന്ന് പറഞ്ഞ് ഓടിക്കാനുണ്ടായത്. 46 ഒക്ടോബർ നവംബർ കാലഘട്ടം എന്നാലോചിച്ചു. അദ്ദേഹം 4 മാസം അവിടെ താമസിച്ചു. പക്ഷെ അതുകൊണ്ട് അദ്ദേഹത്തിനൊരു പിന്നെ ഹിന്ദുക്കൾ അദ്ദേഹത്തെ വിശ്വസിക്കുന്നുമില്ല. അതാണ് നവഖാലി. ഈ 3 കഴിഞ്ഞിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഗാന്ധിജി എവിടെയായിരുന്നു എന്നൊരു ചോദ്യം പണ്ട് കാർത്തികേയൻ PSC പരീക്ഷയ്ക്ക് നേരിട്ടിട്ടുണ്ട്. അവനെന്താ അതിനുള്ള ഉത്തരം അറിയില്ലായിരുന്നു. അതിൻ്റെ ഉത്തരം എന്താണ്? എവിടെയായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മഹാത്മാഗാന്ധി എവിടെ? ഇവിടെ സ്ഥാനാരോഹണം നടക്കുന്നു, മറ്റേ ആള് നെഹ്റു പ്രസംഗിക്കുന്നു, ഭയങ്കര. എവിടെയായിരുന്നു ഗാന്ധിജി? ആ മനുഷ്യൻ എവിടെ? അദാനിയുടെ കൂടെ? നവഖാലിയിൽ. ആക്ച്വലി ഹി വാസ് ഇൻ കൽക്കട്ട. നവഖാലിയൊക്കെ കഴിഞ്ഞു, നവഖാലിയിൽ നിന്ന് തിരിച്ചു വന്നു. കൽക്കട്ടയിലായിരുന്നു പുള്ളി. കാര്യം കൽക്കട്ടയിൽ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുന്നത്. മനസ്സിലായോ? പുള്ളി ഓഗസ്റ്റ് 9 അവിടെ എത്തി. ഓഗസ്റ്റ് 9, 6 ദിവസം മുന്നേ. നോക്കുക, ഓഗസ്റ്റ് 13 അദ്ദേഹം ഒരു ഫാസ്റ്റിംഗ് അങ്ങ് തുടങ്ങി. ഫാസ്റ്റ് ആൻഡ് ടു ഡെത്ത്. എന്താ അറിയോ? വർഗീയ ലഹള ഉണ്ടാകരുത് എന്ന് പറഞ്ഞൊരു ഫാസ്റ്റിംഗ് പറയും. 15 ആയില്ല. അപ്പം ലഹളക്കാരെല്ലാം പറഞ്ഞു അതിപ്പോൾ സമയം നോക്കിയല്ലേ ചെയ്യാൻ പറ്റും, നിങ്ങളിപ്പോഴേ അങ്ങ് തുടങ്ങിയാൽ എങ്ങനെയാണ്? അവർ പറഞ്ഞു 15 വരെ കാത്തിരിക്കും. ആ 15 വന്നു. 15-ാം തീയതി ലഹളയും തുടങ്ങി. അപ്പം ഇദ്ദേഹം 2 ദിവസം മുന്നേ പ്രിഎംപ്റ്റീവ് സ്ട്രൈക്കാണ്, വരുമെന്ന് മുൻകൂട്ടി കണ്ടുള്ള സ്ട്രൈക്കാണ്. അദ്ദേഹം പിന്നെ 18-ാം തീയതി വരെ നിരാഹാരമാണ്. അപ്പോൾ എന്ത് ചെയ്തു? ലഹളകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അതിനകത്ത് 1000 പേരെ കൊന്നുള്ളൂ. അത് മിറക്കിൾ ഓഫ് കൽക്കട്ട എന്നാണ് നമ്മുടെ ലൂയി ഫിഷറൊക്കെ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ കൊല്ലപ്പെടേണ്ടതായിരുന്നു. 1000 പേരെ കൊല്ലപ്പെട്ടുള്ളൂ, 3000 പേർക്ക് പരിക്കേറ്റു. കൽക്കട്ടയിൽ ഭയങ്കര ഞാൻ പറഞ്ഞല്ലോ 46 ഒരു വർഷം മുന്നേ ഭയങ്കരമായ ഒരു കുരുതി നടന്ന സ്ഥലമാണ് അവിടെ. ഇപ്പോൾ 1000 പേരെ കൊല്ലപ്പെട്ടുള്ളൂ. അതുകൊണ്ട് ഗാന്ധിയുടെ വലിയൊരു നേട്ടമാണ് എന്ന് പറയും. അപ്പം ഗാന്ധി 9-ാം തീയതി വന്നു, 13-ാം തീയതി നിരാഹാരം തുടങ്ങി, 15-ാം തീയതി സ്വാതന്ത്ര്യം കിട്ടി, 15-ാം തീയതി ലഹള തുടങ്ങി, 18-ാം തീയതി ഗാന്ധി നിർത്തിയിട്ട് പോയി. പിന്നെയും ലഹള കണ്ടിന്യൂ ചെയ്യുക. ഗാന്ധി എന്തൊക്കെയോ ഒരു എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പോകും. അതാണ് മിറക്കിൾ ഓഫ് കൽക്കട്ട. ഇനി മാത്രമല്ല, ഇദ്ദേഹം അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാളെ കൂട്ടിയിരുന്നു. ഈ കാണുന്ന സുഹ്രാവാദി എന്ന് പറയുന്ന ആളിനെ. അയാളായിരുന്നു ബംഗാളിൻ്റെ പ്രധാനമന്ത്രി. പുള്ളി വിഭജനത്തിന് ശേഷം ഇന്ത്യ നിൽക്കാനാണ് ആഗ്രഹിച്ചത്. ഇന്ത്യ നിൽക്കുമ്പോൾ ഒരു പ്രശ്നം, നീ അല്ലേടാ ബുച്ചർ ഓഫ് ബംഗാൾ എന്ന ആളുകൾ ചോദിക്കാൻ തുടങ്ങി. ഹിന്ദുക്കളെ കൊന്നു തള്ളിയ നീ അല്ലേടാ എന്ന് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം കാര്യം അങ്ങോട്ട് പോകുന്നില്ല. പുള്ളിക്ക് പോകണമെങ്കിലും ബംഗാളിലോട്ട് പോകണം. പുള്ളി അവിടെ തന്നെ നിൽക്കുകയാണ്. പിന്നെ പോയി പുള്ളി. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു? ഗാന്ധിജി വന്നപ്പോൾ ഗാന്ധിജിയുടെ കൂടി ഓരോരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ സന്ദർശിക്കാൻ തുടങ്ങി. പോകുന്നിടത്തെല്ലാം ഈ ഹിന്ദു റെഫ്യൂജീസ് ഇദ്ദേഹത്തിനെ വലിയ തോതിൽ
ഹെക്ലിയ എന്ന് പറയും. ഹെക്ലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുദ്രാവാക്യം വിളിക്കുക, ഗോ ബാക്ക്, ആര് മുഹമ്മദ് ഖാൻ ഗോ ബാക്ക് എന്നൊക്കെ വിളിക്കുന്നോണം. അങ്ങനെയൊക്കെയുള്ള വിളിയും തെറി പറയലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രാമേന്ദ്ര ഗുഹ അതിനെക്കുറിച്ച് എഴുതുന്നുണ്ട്. എന്തുകൊണ്ടാണ് സുഹ്രാവാരി ഒരു മുസ്ലിം നേതാവിനെ ആദ്യമായിട്ടാണ് ഈ ഖിലാഫത്തിന് ശേഷം ഗാന്ധിജിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നത്? എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ ഹി സോട്ട് ടു അറ്റോൺ ഫോർ 1946 എന്നാണ് രാമചന്ദ്ര ഗുഹ പറയുന്നത്. അതായത് അതിനൊരു പാപപരിഹാര ബലിയായിട്ടാണ് ഗാന്ധിയുടെ കൂടെ അദ്ദേഹം കൂടിയത് എന്നാണ്. പിന്നെ അതുപോലെ തന്നെ സുഹ്രാവാരി സ്പീച്ചസ് ഡ്യൂറിങ് ദ ഫാസ്റ്റ്, ആ ഫാസ്റ്റിനിടയിൽ അദ്ദേഹം നടത്തിയ ചില പ്രസംഗങ്ങളുണ്ട്. എക്സ്പ്രസ് റിഗ്രറ്റ് ഫോർ കൽക്കട്ട വയലൻസ് എന്നും പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഗാന്ധിയുടെ കളക്റ്റഡ് വർക്കിൽ. അദ്ദേഹം മൊത്തത്തിലൊരു പാപപരിഹാരം എന്നുള്ള നിലയിൽ ഇമേജ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് സുഹ്രാവാടി ഗാന്ധിയുടെ കൂടെ കൂടിയതാണ് ഈ 47 സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കൽക്കട്ടയിൽ. ഞാൻ ആ കൽക്കട്ട മിറക്കലിനെ കുറിച്ച് ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധിക്കകത്ത് ലൂയി ഫിഷർ പറഞ്ഞിട്ടുള്ളതാണ്. ഇറ്റ്സ് എ മിറക്കിൾ. എന്ത് തരം മിറക്കിളാണെന്ന് ഞാൻ നിങ്ങളുടെയൊക്കെ സൂചിപ്പിച്ചു. മുന്നേ തുടങ്ങുന്ന എന്തിനെന്ന് എനിക്കറിയില്ല. ഇവിടെ നിങ്ങളിപ്പോൾ ഇവിടെ തന്നെ ഒരു വർഗീയ ലഹളയ്ക്ക് ഉണ്ടാകരുതെന്നും പറഞ്ഞ് തുടങ്ങുന്നു, ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തുടങ്ങുന്നു, ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനിക്കുന്നു എന്നിട്ട് പറഞ്ഞ് ഇത്രയും പേരെ മരിച്ചുള്ളൂ. ഇത് ഭയങ്കര ഒരു വിജയമാണ്. ഇത് സുഹ്രാവാരി ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്നതാണ്. സുഹ്രാവാരി ബേസിക്കലി പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇന്ത്യയിൽ തുടരാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ഇവിടുന്ന് വിടുകയാണുണ്ടാകും. രാമചന്ദ്ര ഗുഹ ഈ കൽക്കട്ടയിലെ രണ്ടാമത്തെ കലാപം 47 കലാപത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ദ ഫാസ്റ്റ് സേവിങ് മുസ്ലിം ലൈവ്സ്. കൽക്കട്ടയിൽ എപ്പോഴും മുസ്ലിംസ് കുറവാണ്. വിഭജനത്തിന് ശേഷം മുസ്ലിംസ് 20% ഉണ്ടായിരുന്നുള്ളൂ കൽക്കട്ട ആ പരിധിയിൽ. അപ്പോൾ ഗാന്ധിജി അവിടെ ചെന്നത് മുസ്ലിം ലൈവ്സ് രക്ഷിക്കാനാണ് എന്ന്, അല്ലെങ്കിൽ രക്ഷിച്ചു എന്നാണ് രാമചന്ദ്ര ഗുഹ മിക്കവാറും എല്ലാവരും അങ്ങനെ പറയുന്നത്. പക്ഷേ ഈ ഗാന്ധിജി പോകുന്ന സ്ഥലങ്ങളിലെല്ലാം സുഹ്രാവാടി എവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടോ, സുഹ്രാവാടിയെ ഹിന്ദുക്കൾ വലിയ തോതിൽ വിമർശിക്കുകയും വില്ലനായിട്ട് ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതോടൊപ്പം ഗാന്ധിജിയെയും അവർ ക്രിട്ടിസൈസ് ചെയ്യാമായിരുന്നു, നിങ്ങൾ ഇയാളുടെ കൂടെ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ. ഈ നവഖാലിയിലെ കാര്യമെന്ന് ഞാൻ പറയാം. നവഖാലിയിലെ കാര്യം ഞാൻ പറഞ്ഞതാണ്. നവഖാലിയിൽ സംഭവിച്ച ഇത്രയേ ഉള്ളൂ. അത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നെയാണ്. അവിടെ കൺസെഷൻ ചെയ്യാൻ പറഞ്ഞത് മുസ്ലിംസ് കൺസെഷൻ ചെയ്യുന്നത് അവരാണ്. കാര്യം അവർ വിചാരിച്ചെങ്കിൽ മാത്രമേ, റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം പോലാണ്. യുദ്ധം നിർത്തണമെങ്കിൽ പുടിൻ വിചാരിക്കണമെന്ന് പറഞ്ഞോണം. ഓരോ വർഗീയ ലഹളയിലും ആരാണോ ഡോമിനേറ്റ് ചെയ്യുന്നത് അവരാണ് തീരുമാനിക്കേണ്ടത്. നവഖാലിയിൽ മുസ്ലിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. മുസ്ലിങ്ങൾ പറഞ്ഞ് ഈ അടുത്ത് പോകരുതെന്ന് പറഞ്ഞു. ഡെത്ത് ത്രെട്ട് വരെ കൊടുത്തു ഗാന്ധിക്ക്, ഇങ്ങോട്ട് വന്നു പോകരുത്, കോൺസിക്വൻസസ് പല രീതിയിൽ. ആക്രമിച്ചില്ല, പല രീതിയിലുള്ള. അത് ഗാന്ധിയുടെ കളക്റ്റഡ് വർക്ക്സിനകത്തെല്ലാം അതിനെക്കുറിച്ച് നിരന്തരമായ റെഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഈ പറഞ്ഞു വന്നത്, ഈ മിക്കവാറുമുള്ള വർഗീയ ലഹളകളിലെല്ലാം ഇദ്ദേഹം എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് എന്താണ് പറയുന്നത്, ഒരു മതമൈത്രിയോ അങ്ങനെ എന്തെങ്കിലും ഒരു യാത്രയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹി വാസ് ഓൺലി ഏബിൾ ടു ഇൻഫ്ലുവൻസ് ദ ഹിന്ദുസ്. ദാറ്റ്സ് എ ഫാക്ട്. ഹിന്ദുക്കൾ അക്രമകാരികളാവുകയും കൂടുതൽ അവർ പുട്ടിനായിരിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇദ്ദേഹത്തിന് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അവരെ മോറലി ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടും മോറലി പ്രഷറൈസ് ചെയ്തുകൊണ്ടും ഇവർക്ക് ഇദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കുറേ ചരിത്രങ്ങളാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ സമയം കളയുന്നില്ല. ഇപ്പോൾ നവംബർ 12 മുസ്ലിം യൂത്ത് ഡിസ്റപ്റ്റഡ് പ്രയർ മീറ്റിംഗ് നവഖാലിയിൽ നടന്നതാണ്. അതുപോലെ തന്നെ ഫ്രം ലോക്കൽ മുസ്ലിം ലീഗ് സപ്പോർട്ടർ വാണ്ട് ഓഫ് കോൺസിക്വൻസസ് ഇഫ് ഹി കണ്ടിന്യൂഡ് ഹിസ് മിഷൻ. ഗാന്ധി നോട്ടഡ് ഇൻ ഹിസ് ഡയറി ആംഗ്രി മുസ്ലിം ക്രൗഡ്സ് സ്പോക്ക് ഓഫ് ഹാമിങ് മീ. നവഖാലിയിൽ അദ്ദേഹത്തിന് പച്ച പിടിക്കാത്ത കാര്യം കുറേ എണ്ണമുണ്ട്, ഞാൻ കുറേ പരാമർശങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കളക്റ്റഡ് വർക്ക്സ് വോളിയം 86 പറയുന്നുണ്ട്, ഗാന്ധി ഗോ ബാക്ക് ഓർ ഫേസ് ഡെത്ത് എന്നുള്ള മുദ്രാവാക്യം മുസ്ലിം ക്രൗഡ് ഉയർത്തിയെന്നാണ്. കാരണം ഇവിടെ ഒന്നും നോക്കേണ്ട കാര്യമില്ല എന്നാണ് അവർ പറഞ്ഞത്. ഗാന്ധിജിക്ക് അടുക്കാൻ പറ്റില്ല. ഗാന്ധിജി അലി സഹോദരന്മാരുമായിട്ട് നല്ല കമ്പനിയായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാന കാലഘട്ടത്തിൽ, ഖിലാഫത്തും ആ കാലഘട്ടത്തിൽ. പക്ഷെ അങ്ങനെ അത് ബ്രേക്ക് ആയതിനു ശേഷം ഗാന്ധിയുടെ വാക്കുകളൊന്നും മുസ്ലിം നേതാക്കളൊന്നും നേരെ കേൾക്കുന്നില്ല. ജിന്നയായിട്ട് ബന്ധപ്പെടാൻ പറ്റില്ല, അല്ലെങ്കിൽ പാകിസ്ഥാൻ നേതൃത്വമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നില്ല. ഗാന്ധി ആകെ ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ഭാഗത്ത് ഹി വാസ് ഒരു ഹിന്ദു നേതാവായിട്ട് അദ്ദേഹം മാറിക്കൊണ്ടിരുന്നു. അവർ മാത്രമാണ് ഇദ്ദേഹം പറയുന്നതൊക്കെ കേൾക്കുകയും അദ്ദേഹത്തെ അനുധാവനം ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. മുസ്ലിം ലീഗിൻ്റെ ഏക പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിയെ ഒരു പൊതു നേതാവായിട്ട് അവർ അംഗീകരിച്ചിട്ടില്ല. എപ്പോഴും ജിന്ന പറയുന്നത് ഗാന്ധി ഹിന്ദു ലീഡർ. ഗാന്ധിക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യമാണ്. നെഹ്റുവിനെ ഇങ്ങനെ തന്നെ വിളിച്ചിട്ടുള്ളത്, ഹിന്ദു ലീഡേഴ്സ്. ഞാൻ മുസ്ലിം ലീഡർ.
ഞാൻ മുസ്ലിങ്ങൾക്കൊരു രാജ്യത്തിനായിട്ട് നിൽക്കുന്നു, നിങ്ങളൊക്കെ ഹിന്ദു ലീഡേഴ്സ്. പക്ഷേ ഗാന്ധി പറഞ്ഞു അങ്ങനല്ല, ഞാൻ ഭയങ്കര യൂണിവേഴ്സൽ ലീഡറാണ്, ഞാൻ ഇതിനെക്കുറിച്ച് പറയാം, ഗാന്ധിയുടെ സെക്കുലർ ക്രെഡൻഷ്യൽസിനെ കുറിച്ച് പറയാം. ഞാൻ ഈ വർഗീയ ലഹളയെക്കുറിച്ച് പൊതുവായിട്ട് എന്ന് പറഞ്ഞു. ഇൻ ന്യൂയോർക്കർ September 24, 2015 described നവോഖാലി ആസ് ഡേഞ്ചറസ് ഫോർ ഗാന്ധി, ഹോസ്റ്റൈൽ മുസ്ലിം എലമെൻറ്റ്സ് എന്നൊക്കെ അന്നേക്ക് ഓരോ റെഫറൻസ് ആണ്. ഞാൻ ചുരുക്കി അവിടെ എന്ത് നടന്നു എന്നുള്ളതിൻ്റെ കുറേ സാധനങ്ങൾ ചുമപ്പ് അടിച്ചിരിക്കുകയാണ്. ഹിന്ദുക്കൾ പറഞ്ഞാണ് വി നോ ലോങ്ങർ ട്രസ്റ്റ് യുവർ പ്രോമിസ് ഓഫ് സേഫ്റ്റി. നവോഖാലിയിലെ ഹിന്ദുക്കളും പറഞ്ഞു ഇനി ഞങ്ങളല്ലല്ലോ ഇവിടെ കാര്യം, ഞങ്ങൾ അടി കൊള്ളുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ അധികം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ വീട്ടിൽ പോയി നിൽക്കും, നിങ്ങൾ മുസ്ലിങ്ങളൊന്നും ചെയ്യില്ല, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് അറിയാം നിങ്ങളിതൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കും, നിങ്ങൾ പറയുന്നൊന്നും അവരും കേൾക്കില്ല, നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞു. 4 മാസം പുള്ളി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹം അഹിംസയുടെ ആളായിരുന്നു, നോൺ വയലൻസ്. ഗാന്ധി നോൺ വയലൻസിനായിട്ട് എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യം. അതുകൊണ്ടാണല്ലോ ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലടിക്കരുതെന്ന് ഗാന്ധി പറയാനൊരു കാരണം എന്നാണ് പറയുന്നത്. വൈ ഡു യു കിൽ, വൈ ഡോണ്ട് യു ലീവ് ടുഗദർ? ഇതാണ് അദ്ദേഹത്തിൻ്റെ ആശയം. നിങ്ങൾ എന്തുകൊണ്ട് ഒരുമിച്ച് ജീവിക്കുന്നില്ല? കോഎക്സിസ്റ്റൻസ്, ദാറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ നോൺ വയലൻസിന് ഒരുപാട് തലങ്ങളുണ്ട്. അതിലൊന്നാണ് നിങ്ങൾ ഈ കാണുന്ന ഈ ചന്ദ്രസിംഗ് ഗർവാളി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ഉത്തരാഖണ്ഡാണ് പുള്ളിയുടെ സ്ഥലം. പുള്ളിക്ക് വേണ്ടി സ്റ്റാമ്പൊക്കെ ഇറക്കിയിട്ടുണ്ട്. പുള്ളി ഒരു ഹവീൽദാർ മേജറായിരുന്നു ബ്രിട്ടീഷ് ആർമിയിൽ. 1930 ഇദ്ദേഹം ഈ നമ്മുടെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘടനയുണ്ട്, അതായത് ഖുദായി ഖിദ്മത്ഗർ എന്ന് പറയും. ആ സംഘടന ഗാന്ധിയായിട്ട് അഫിലിയേറ്റ് ചെയ്തുള്ള, കോൺഗ്രസുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത സംഘടനയാണ്. ആ സംഘടന ഒരു പ്രൊട്ടസ്റ്റ് മാർച്ച് നടത്തുന്നുണ്ട് പെഷവാറിൽ. അതിനെതിരെ വെടിവെക്കാനായിട്ട് ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തോട് പറയുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്ലാറ്റൂൺ, ഇദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സേന വെടിവെക്കുന്നില്ല. കാരണം ഈ ചന്ദ്രസിംഗ് ഗർവാളി എന്ന് പറയുന്ന ആള്, ഗർവാളി എന്ന് പറയുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്, അയാൾ പറഞ്ഞു വെടിവെക്കണ്ട, നേതാക്കളെ വെടിവെക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ അദ്ദേഹം ഓർഡർ കൊടുത്തില്ല. ബ്രിട്ടീഷുകാർ വളരെ ക്ഷുഭിതരായി, ഇതെങ്ങനെയാണ് പിരിച്ചുവിടുന്നത്, ഞങ്ങൾ പറയുന്ന കാര്യം ശമ്പളം വാങ്ങിച്ച് DA ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്, നീ എന്താടാ വെടിവെക്കാത്തതെന്ന് ചോദിച്ച് ഇദ്ദേഹത്തെ കോർട്ട് മാർഷൽ ചെയ്തു. കോർട്ട് മാർഷൽ ചെയ്ത് ശരിക്കും ഇദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അപ്പോൾ ഇത് തുടങ്ങിയ സമയത്ത് ഗാന്ധിജി അങ്ങ് ഭയങ്കര എഴുത്തായിരുന്നു. ഇത് എന്താണ്, മലയെ പോലും തകർക്കുന്ന രീതിയിലുള്ള മോറൽ പവറാണ് ചന്ദ്രസിംഗ് ഗർവാളി നടത്തിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഭയങ്കര സംഭവമാണ്. നിരായുധീകരണം, അഹിംസ, ഇതിലൊക്കെ ഉറച്ചു നിന്നുകൊണ്ട് മനോധൈര്യത്തോടു കൂടി ഇത്രയധികം ആളുകളെ, വലിയൊരു കൂട്ടക്കൊല, അവിടെ ഒരു ജാലിയൻ വാലാബാഗ് ഉണ്ടാകുമായിരുന്നു, ഇദ്ദേഹം അത് ഇല്ലാതാക്കിയെന്നാണ് ഗാന്ധി എഴുതിയത്. പക്ഷേ ഈ ഗാന്ധി കോർട്ട് മാർഷൽ നടക്കുന്ന സമയത്ത്, അന്ന് ഗാന്ധി ഇർവിൻ പാക്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയം, അതായത് ഗാന്ധിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതുകൊണ്ട് 10,000-60,000 1 ലക്ഷത്തോളം വരുന്ന ആളുകൾ ജയിലിൽ കിടക്കുകയോ ജയിലിൽ പോകുകയോ എന്നൊക്കെയുള്ള അവസ്ഥയാണ്. ഇവരെല്ലാം കൂടെ എങ്ങനെയെങ്കിലും ഒഴിപ്പിച്ച് വീട്ടിലേക്ക് വിടാമോ എന്നാണ് അദ്ദേഹം നോക്കുന്നത്. അപ്പോഴാണ് ഇർവിനുമായിട്ട് ഇദ്ദേഹം സംസാരിക്കുന്നത്, ഗാന്ധി ഇർവിൻ ട്രീറ്റ്. അപ്പോൾ വല്ലം പറഞ്ഞു, സാർ എന്തായാലും പോവല്ലേ, ഇർവിനെ കാണുകയല്ലേ, ഒന്ന് പറ, ഈ മനുഷ്യനെ അഹിംസാ മാർഗത്തിലൂടെ അല്ലേ അദ്ദേഹം ഇത് ചെയ്തത്. കാരണം ഒരു വേറൊരു സംഭവം തൊട്ട് മുന്നേ ഉണ്ടായി. ഭഗത് സിംഗ് ബ്രിട്ടീഷുകാരുടെ അസംബ്ലിയിൽ ബോംബെറിഞ്ഞ്, ആരും ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്ന ഒരു സ്ഥലത്ത്, ആർക്കും അപായമില്ലാത്തൊരു ബോംബെടുത്ത് ഇന്ത്യക്കാരെ ഉണർത്താനായിട്ട് ചെയ്ത ഒരു പ്രക്രിയയാണെന്നാണ് പറഞ്ഞത്. അതിന് മുന്നേ അദ്ദേഹം വേറെ ഒരു ബ്രിട്ടീഷ് ഓഫീസറുടെ മരണത്തിലും അദ്ദേഹത്തിന് ഇംപ്ലിക്കേറ്റഡ് ആയിരുന്നു, അത് വേറെ കാര്യം. അപ്പം അതിനുശേഷം അദ്ദേഹം സ്വയം പിടികൊടുത്ത് കീഴടങ്ങി അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ ട്രയൽ ചെയ്തിട്ട് കൊല്ലാൻ വിധിക്കുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യും. അന്ന് ഗാന്ധി അതിനകത്ത് ഇടപെട്ടില്ല. ഗാന്ധി പറഞ്ഞത് ഈ റെവല്യൂഷണറി വയലൻസ് ഈസ് മോറലി റോങ് ആൻഡ് സ്ട്രാറ്റജിക്കലി കൗണ്ടർ പ്രൊഡക്റ്റീവ് എന്നാണ്. മോറലി റോങ്, ധാർമ്മികമായി തെറ്റാണ്, ഒരു തന്ത്രം എന്ന നിലയിലും തിരിച്ചടിക്കുന്നതാണ്. കാരണം നിങ്ങൾ വയലൻസ് തുടങ്ങുകയാണെങ്കിൽ അവർക്ക് വയലൻസ് തിരിച്ചു തുടങ്ങാം, അപ്പോൾ അവരുടെ കയ്യിലാണ് കൂടുതൽ ആയുധങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഭരണകൂടത്തിന് ജയിക്കാൻ കഴിയും എന്നാണ് പറഞ്ഞത്. അതൊക്കെ ഒരു പോയിന്റാണ്, കറക്റ്റാണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ മോചിപ്പിക്കാൻ ഞാൻ ആരോടും ആവശ്യപ്പെടില്ല എന്നുള്ള ഒരു തീരുമാനമാണ് അദ്ദേഹത്തിൻ്റെ പണി. ഇത്രയും വലിയ പോപ്പുലാരിറ്റി ആയിരുന്നു ഭഗത് സിംഗിനുണ്ടായിരുന്നത്. പക്ഷേ ഗാന്ധി ചെയ്തില്ല. ഗാന്ധി പ്രൈവറ്റായിട്ട് ഇർവിൻ പ്രഭുവിനോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്, അതെ ഭഗത് സിംഗിനെ ഒഴിവാക്കിക്കൂടെ. പുള്ളി പറഞ്ഞ് എഴുതി തരാൻ പറഞ്ഞാണ്, നിങ്ങൾ അതിന് എഴുതി തരാൻ പറഞ്ഞാണ്, പുള്ളി എഴുതി തന്നെ. അങ്ങനെ പരസ്യമായ ഒരു ക്ലെമൻസി പെറ്റീഷൻ അദ്ദേഹം കൊടുത്തില്ല.
അങ്ങനെയാണ് ലാഹോറിലേക്ക് ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിന് ചെല്ലുന്ന ഗാന്ധിജി അവിടെ ആളുകൾ ഈ കറുത്ത ബൊക്കകൾ കൊണ്ടും ഷെയിം വിളികൾ കൊണ്ട് സ്വീകരിച്ചു. ഗാന്ധിജിക്ക് ഇന്ത്യയിൽ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഗാന്ധി എല്ലായിടും ദൈവം പോലെയാണ് ആളുകൾ കണ്ടിട്ടുള്ളതെന്നാണ്. അങ്ങനെയൊന്നും അല്ല. ഗാന്ധിജിക്ക് ഭയങ്കര പ്രതിരോധം നേടേണ്ടി വന്നു, ഒരുപാട് ശകാരം കേൾക്കേണ്ടി വന്നു ആളുകളിൽ. നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത്? ഭഗത് സിംഗിൻ്റെ പോപ്പുലാരിറ്റിയിലുള്ള അസൂയ കൊണ്ടാണോ? ഇപ്പം ഗാന്ധിജി അവിടെ നോക്കിയിരിക്കുന്നത് തൻ്റെ നിസ്സഹകരണ പ്രസ്ഥാനം, തൻ്റെ ഉപ്പ് സമരം, ഗാന്ധി ഇർവിൻ, ഇപ്പോൾ സെൻട്രൽ സ്റ്റേജിൽ നിൽക്കുന്ന ഗാന്ധിയാണ്. അപ്പം ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻസ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ അക്രമം ചെയ്തുകൊണ്ട്, ഹിംസ ചെയ്തുകൊണ്ട് ഞാൻ ഭഗത് സിംഗിന് വേണ്ടി വാദിക്കില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരാൾ ഹിംസയല്ല ചെയ്തത്, നേരെ അഹിംസയാണ് ചെയ്തത്. ചന്ദ്രസിംഗ് ഗർവാളി പുള്ളി വെടിവെക്കാതിരിക്കുകയാണ് ചെയ്തത്, വെടിവെക്കുകയല്ല ചെയ്തത്. ഭഗത് സിംഗ് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ ബോംബ് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഗാന്ധി പറഞ്ഞെന്തറിയാം? അതെ, ഗർവാളി ചെയ്തത് വലിയ കാര്യമാണ്, മഹത്തായ കാര്യമാണ്, ഡാഷാണ്. ഓക്കെ, ചറ ഞാൻ എഴുതാം. പിന്നെ എന്താണ് നിങ്ങളൊരു ക്ലമൻസി പെറ്റീഷൻ കൊടുക്കാത്തത്? അത് പുള്ളി ഒരു ഫോഴ്സിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഒരു ഫോഴ്സ് ആകുമ്പോൾ അതിൻ്റെ ഡിസിപ്ലിൻ ഉണ്ടാവും. ശമ്പളം വാങ്ങിക്കുന്നതല്ലേ, അപ്പോൾ അവർ പറയുന്നത് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാജിവെച്ചിട്ട് വന്ന് ഇത് ചെയ്യണം. രാജിവെച്ചിട്ട് വന്നിട്ട് ഇയാൾക്ക് ഫോഴ്സിനെ കൊണ്ട് വെടിവെപ്പിക്കാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾ അതിൻ്റെ കമാൻഡർ ആണെങ്കിലെല്ലാം നിങ്ങൾക്ക് വെടിവെപ്പിക്കാൻ പറ്റൂ, അല്ലെ വെടിവെപ്പിക്കാതിരിക്കാൻ പറ്റൂ. ഗാന്ധി ചോദിച്ചാണ്, ഡിസിപ്ലിൻ ഉണ്ട്, ഫോഴ്സിൻ്റെ ഡിസിപ്ലിൻ ഉണ്ട്. ആ പുള്ളി അതിനകത്ത് ഇടപെട്ടില്ല. കാര്യം ഹിംസയുടെ പേരിൽ ഭഗത് സിംഗിനെ പുള്ളി അനുകൂലിച്ചില്ല. അഹിംസ ചെയ്തതിൻ്റെ പേരിൽ എന്നാൽ ഡിസിപ്ലിൻ കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് ഈ ചന്ദ്രസിംഗ് ഗർവാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ കൂടെ എല്ലാ നിസ്സഹകരണ സമരം ഉൾപ്പെടെ എല്ലാ സമരങ്ങളിലും ഉള്ളായിരുന്ന വ്യക്തിയാണ്. പിന്നീട് ഇദ്ദേഹം വന്നിട്ടും വീണ്ടും ഗാന്ധിയുടെ കൂടെ പോയി. പിന്നെ ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായി അങ്ങനെ പോയ ഒരാളാണ്. 79 ഇദ്ദേഹം മരിക്കുന്നത്. ഇനി അതിലും രസം, ഇതേ ഒരു വ്യക്തിയുടെ ഇദ്ദേഹത്തിൻ്റെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, റൂത്ത്ലെസ് കൺസിസ്റ്റൻസി എന്നാണ്. ജൂഡിത്ത് ബ്രൗൺ ഇദ്ദേഹത്തിൻ്റെ ഈ മോറലിസ്റ്റിക് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് പറയുന്നത്. ഇദ്ദേഹം ഓരോന്നിനും ഓരോ ന്യായം ഉണ്ടാവും, പക്ഷേ ഹീസ് കൺസിസ്റ്റൻറ്റ്. ഇവിടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എന്താണ്? ക്ലമൻസി പെറ്റീഷൻ കൊടുക്കുന്നില്ല, അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല, അതിന് കുറേ ന്യായം പറയുന്നത്. ഇതേ ഇദ്ദേഹം തന്നെയാണ് ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ഗുജറാത്തിലും രാജസ്ഥാനിലും ഒക്കെ ഉള്ള, മുംബൈയിലും ഒക്കെ ഉള്ള പല സ്ഥലങ്ങളിൽ ഗ്രാമാന്തരങ്ങളിൽ ചെന്നിട്ട് അവിടുത്തെ ചെറുപ്പക്കാരൊക്കെ പറയുന്നത്, നിങ്ങൾ ബ്രിട്ടീഷ് സേനയിൽ ചേരൂ, ഞാനൊരു 5 ലക്ഷം പേരെ കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്, നിങ്ങൾ വന്ന് ചേരൂ, എന്നിട്ട് നിങ്ങൾ നേരെ യൂറോപ്പിൽ പോയിട്ട് വെടിവെക്കൂ. ആരെ? നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, അറിയാത്തവൻ്റെ മണ്ടയ്ക്ക് നോക്കി വെടിവെക്കൂ. അങ്ങനെ വെടിവെച്ചാൽ ബ്രിട്ടീഷുകാർ നമുക്കൊരു ഡൊമീനിയൻ സാധനം തരും, ഡൊമീനിയൻ സ്റ്റേറ്റസ്. അത് വെച്ച് നമുക്ക് കുറേ നാൾ പോകാം. യുദ്ധം എന്ന് പറയുന്നതാണ് ഏറ്റവും ഹിംസയുടെ പരമമായ ഒരവസ്ഥ എന്ന് പറയുന്ന യുദ്ധമാണ്. ആ യുദ്ധത്തിലേക്ക് ഒന്നും അറിയാത്ത മനുഷ്യരെ, ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യാൻ പോവുകയാണ് കൊളോണിയൽ പവറിന് വേണ്ടി. ഗാന്ധി 5 ലക്ഷം പേരെ കൊടുക്കാമെന്ന് പറഞ്ഞ് പോയാണ്. പക്ഷേ പുള്ളിക്ക് 1 ലക്ഷം പേരെ ഒപ്പിക്കാൻ പറ്റുള്ളൂ. പുള്ളി ഭയങ്കര ഖിന്നൻ. സാറ്റ് ഉള്ളതാവട്ടെ എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാർ അത് വാങ്ങിച്ചു. ഇതെല്ലാം പറയുന്നത് ഞാൻ അഹിംസയുടെ ആളാണ്. അപ്പോൾ ഈ സൈന്യം, യുദ്ധം, റിക്രൂട്ട്മെൻറ്റ്, അത് ഇന്ത്യക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയാണ്. അപ്പോൾ ഭഗത് സിംഗ് ആരെയും കൊന്നില്ലല്ലോ, ഇല്ല. പക്ഷേ എന്നാലും ബോംബ് എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന്മാർ ബോംബ് എറിയും, പിന്നെ നമ്മൾ ബോംബ് എറിയും, അത് വലിയ പ്രശ്നമാണ്, വയലൻസ്. പക്ഷേ ഈ ചന്ദ്രസിംഗ് ഗർവാളി അയാളതൊന്നും ചെയ്തില്ലല്ലോ. പക്ഷെ അയാളൊരു സൈനികനല്ലേ, അയാൾക്ക് അച്ചടക്കം വേണ്ടേ? ഗാന്ധി പോകുന്ന വഴികൾ പറഞ്ഞതിൽ ഒരു സണ്ണി അതിനകത്ത് പറയുന്നു, ഒരു ഭ്രാന്തനെ പോലെ ചില മേഖലകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഗാന്ധിയുടെ ഒരു ബുക്കുണ്ട്, പറ്റുബുക്ക്, രാഷ്ട്രീയ പറ്റുബുക്ക് എന്ന് പറയാം. അതിനകത്ത് അദ്ദേഹം ഹി കൺസിഡർഡ് റാണ പ്രതാപ്, ഗുരു ഗോവിന്ദ് സിംഗ്, രാജ രഞ്ജിത് സിംഗ് ആൻഡ് ശിവജി ആർ മിസ്ഗൈഡഡ് പാട്രിയോട്സ്. മിസ്ഗൈഡഡ്, അവരെല്ലാം തന്നെ വഴിതെറ്റിപ്പോയ ദേശസ്നേഹികൾ എന്നാണ്. ഭയങ്കര പ്രശ്നമായിരുന്നു ഇത്. നെഹ്റു ഒക്കെ ഒരുപാട് പിന്നെ ഈ ശിവജിയെക്കുറിച്ചൊക്കെയുള്ള പരാമർശത്തിന് ഒരുപാട് അമ്പാലിടേണ്ടി വന്നിട്ടുണ്ട്. ഗാന്ധി അങ്ങനെ പറയും. അതുപോലെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ജോർജ് വാഷിങ്ടൺ, ഗാരി വാൾഡി, കമാൽ പാഷ, ഡി വലേറ, ലെനിൻ, അവരെല്ലാം മിസ്ഗൈഡഡ് പാട്രിയോട്സാണ്. ഓക്കെ, അതിനകത്ത് 1-2 പേരെ ഞാൻ സമ്മതിക്കാം. എന്നാലും ഇവരൊന്നും ശരിയല്ല എന്നാണ് പുള്ളി പറഞ്ഞത്. കാര്യം ഇവരൊക്കെ വയലൻസ് ഉപയോഗിക്കുന്നതാണ്. ഇവിടെ സംഘപരിവാർ പറയുന്ന ഒരു കാര്യം, ഞാൻ മേൽ കാണിച്ചിരിക്കുന്ന നേതാക്കന്മാരെല്ലാം റാണ പ്രതാപ്, ഗുരു ഗോവിന്ദ് സിംഗ്, രാജ രഞ്ജിത് സിംഗ്, രാജ ശിവജി, ഇവരെല്ലാം മിസ്ഗൈഡഡ് പാട്രിയോട്സ് എന്ന് വിളിക്കുന്നത് ഇവരെല്ലാം മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടാണ്. മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്ത ഒരാളെയും ഗാന്ധി അംഗീകരിച്ചിട്ടില്ല എന്നാണ് അവരുടെ വാദം. അദ്ദേഹം പറഞ്ഞ ഈ വയലൻ്റ് ആകാൻ ഏത് ഡാഷിനും കഴിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
നോൺ വയലൻ്റ് ആകുന്നതാണ് കറേജ്, അതാണ് വാലർ, അതാണ് ധൈര്യം. ചുമ്മാ എടുത്ത് വെച്ച് ക്ഷുഭിതനാവാനും അക്രമം നടത്താനും അത് ഭീരുത്വമാണ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ തിയറി. അതുകൊണ്ട് ഇദ്ദേഹം ഇതൊന്നും ചെയ്യത്തില്ല, അതുകൊണ്ട് ഇദ്ദേഹം ധൈര്യവാനാണെന്നാണ് എൻ്റെ അർത്ഥം. പറഞ്ഞു വരുമ്പോൾ വളച്ചു കെട്ടി വരുമ്പോൾ അതല്ലേ അർത്ഥം. നോൺ വയലൻസ് ഈസ് കറേജ്, അഹിംസയാണ് കരുത്ത്. ആൻഡ് വയലൻസ് ഈസ് കവാഡേസ്, ഭീരുത്വമാണ്. ആൻഡ് വയലൻസ് ഈസ് ബെറ്റർ ദാൻ കവാഡേസ്. ഇനി വേറെടുത്ത് പറയുന്നുണ്ട്, ഭീരുത്വത്തെക്കാൾ നല്ലത് വയലൻസ് ആണ്. അത് നോക്കൂ, ഹിന്ദു സ്വരാജിൽ 1909 അദ്ദേഹം എഴുതി, ഐ ഡു ബിലീവ് ദാറ്റ് വേർ ദർ ഇസ് ഓൺലി എ ചോയ്സ് ബിറ്റ്വീൻ കവാഡേസ് ആൻഡ് വയലൻസ് ഐ വുഡ് അഡ്വൈസ് വയലൻസ്. ഭീരുത്വവും അക്രമവും എന്നൊരു ചോയ്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ അക്രമം നടത്താൻ പറയുന്നു. എനിക്ക് മനസ്സിലായില്ല എന്താണ് അതിനകത്ത് ലോജിക്ക്, കിളിപോയി. ബട്ട് ഐ ഡു നോട്ട് ബിലീവ് ദാറ്റ് ഇന്ത്യ വിൽ എവർ റിക്വയർ ടു റിസോർട്ട് ടു ആംസ്. ഇന്ത്യക്ക് ഒരിക്കലും ആയുധങ്ങൾ എടുക്കേണ്ടി വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ചൈനയ്ക്കെതിരെ നമ്മുടെ നെഹ്റുവിനൊക്കെ പറ്റിപ്പോയ ഒരു പറ്റ്. ഈ നെഹ്റുവിനെ പോലെ ഇത്രയും വായനയും ചിന്തയൊക്കെ ഉള്ള ഒരു മനുഷ്യനെ എന്തിനാണ് ഈ ഗാന്ധിയെ ഇങ്ങനെ പിൻപറ്റിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം രൂപപ്പെടുത്തിയെന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. ഇനി അഹിംസക്കെതിരെ ഒരുപാട് യുദ്ധം ചെയ്യുന്ന ഗാന്ധി മലബാർ റൈറ്റ്സിൽ, മാപ്പിള ലഹള എന്നറിയപ്പെടുന്ന മലബാർ റൈറ്റ്സിൽ അദ്ദേഹം പറയാണ്, ലെറ്റ് മീ നോട്ട് ബി മിസ്അണ്ടർസ്റ്റുഡ്. ഐ വാണ്ട് ബോത്ത് ഹിന്ദു ആൻഡ് മുസൽമാൻ ടു കൾട്ടിവേറ്റ് ദ കൂൾ കറേജ് ടു ഡൈ വിത്തൗട്ട് കില്ലിങ്. ഓ, ഈ വാക്കുകളെ ഞാൻ പറയുന്ന ഇതാണ്, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഈ മലബാറിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ദേ ഷുഡ് കൾട്ടിവേറ്റ് ദ കൂൾ കറേജ് ടു ഡൈ വിത്തൗട്ട് കില്ലിങ്. ഡൈ വിത്തൗട്ട് കില്ലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിന്നു കൊടുക്കുക. ഡൈ വിത്തൗട്ട്, നിങ്ങൾ കൊല്ലുന്നില്ല, കൊല്ലപ്പെടുന്നു. അങ്ങനൊരു കറേജ് മലബാറിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഉണ്ടാക്കിയെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ദ ലേ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ഓഫ് മലബാർ ഇങ്ങനെ ഇരിക്കും. ഇത് എന്തോന്നാണ് ഈ പറയുന്നത്? അല്ല, കലാഭവൻ ഷാജോൻ്റെ ഒരു സ്നാപ്ഷോട്ട് ഉണ്ട്. എന്ത് തേങ്ങയാണ് ഈ പറയുന്നത്? സമാനമാണ് അദ്ദേഹം പറയുന്നത്, ഐ വോണ്ട് ബോത്ത് ദ ഹിന്ദുസ് ആൻഡ് മുസൽമാൻ ടു കൾട്ടിവേറ്റ് ദ കൂൾ കറേജ് ടു ഡൈ വിത്തൗട്ട് കില്ലിങ്. മരിക്കണം, കൊല്ലരുത്. എന്നിട്ട് അടുത്ത വരി കേട്ടോ, ബട്ട് ഇഫ് വൺ ഹാസ് ദാറ്റ് കറേജ്, അങ്ങനെ ഒരു കറേജ് ഉണ്ടെങ്കിൽ, ഇല്ല എന്നുണ്ടെങ്കിൽ, ഐ വാണ്ട് ഹിം ടു കൾട്ടിവേറ്റ് ദ ആർട്ട് ഓഫ് കില്ലിങ് ആൻഡ് ബീയിങ് കിൽഡ്. ഇനി അങ്ങനെ ഒരു കറേജ് ഇല്ല, അതായത് ഡൈ വിത്തൗട്ട് കില്ലിങ് എന്ന് പറഞ്ഞൊരു നിന്നു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കിൽ ആൻഡ് ഗെറ്റ് കിൽഡ്, കൊല്ലുക, കൊല്ലപ്പെടുക, അതാണ് അതിനേക്കാൾ നല്ലത്. ഗാന്ധി ഇത് എന്ത് സാധനം അടിച്ചതെന്ന് എനിക്കറിയില്ല. അത് പറ്റിയില്ല, ഇത് ചെയ്യണമെന്നാണ് പറയുന്നത്. I want him to cultivate the art of killing and being killed rather than in a cowardly manner flee from danger. ഓടിപ്പോവാതെ. ആദ്യം പറഞ്ഞ ഇതാണ്. മൂന്നായിട്ട് ഞാൻ ചുരുക്കി പറയാം. നിങ്ങളൊരു കറേജ് ഉണ്ടാക്കണം. എന്ത് ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈ വിത്തൗട്ട് കില്ലിങ്, കൊല്ലാതെ മരിക്കാനായിട്ടുള്ള കറേജ് ഉണ്ടാക്കണം. ഇനി അത് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ കൊല്ലുക, കൊല്ലപ്പെടുക, അല്ലാതെ ഒളിച്ചോടി പോകുന്നു. ഒളിച്ചോടി പോകുന്നതാണ് ഏറ്റവും വലിയ കവേഡേജ്. ജീവനം കൊണ്ട് ഞാനിതൊക്കെ വായിച്ച് കുരുങ്ങിപ്പോയില്ല. ഒരുമാതിരി പണ്ടത്തെ കാസറ്റിൻ്റെ വള്ളി കുരുങ്ങുന്ന രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. ഗാന്ധിയുടെ ഏറ്റവും വലിയ അപമാനം എന്താ അറിയാം? ഈ കുറേ എണ്ണം ഇദ്ദേഹത്തെ ഹിന്ദു ലീഡർ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നത്. പുള്ളിക്ക് കണ്ടേ കൂടെ ഇങ്ങനെ വിളിക്കുന്നത്. എന്താ, ഞാൻ ഹിന്ദു ലീഡറാണോ? ഇപ്പം ഇന്നത്തെ കാലത്ത് ഓരോരുത്തരെ ചാപ്പ അടിക്കുമല്ലേ, സംഘി, ഇങ്ങനെയൊക്കെയുള്ള ഓരോ ചാപ്പുകൾ പലർക്കും ഇഷ്ടമല്ലേ. അത് ഞാൻ സംഘി അല്ലെന്ന് തെളിയിക്കാൻ എന്തൊക്കെ ചെയ്യണം? പലരും ഗവേഷണത്തിൽ എന്തൊക്കെ ചെയ്താൽ എന്നെ അവർ സംഘി എന്ന് വിളിക്കാതിരിക്കും, അല്ലെങ്കിൽ എന്നെ വേറെ ഏതോ ഓരോരോ ചാപ്പകളുണ്ടല്ലോ. അപ്പം ഇതേ കണക്ക് ചാപ്പകൾ രാഷ്ട്രീയത്തിൽ പൊതുവിലുള്ളതാണ്. എതിരാളികളെ, നാസികളുടെ പരിപാടിയാണിത്, ഈ ചാപ്പടിയുന്നത്. നിങ്ങളുടെ എതിരായിട്ട് അഭിപ്രായം പറയുന്നതിനെ പരിമിതപ്പെടുത്താനും ചുരുക്കാനും നിരന്തരമായ അധിക്ഷേപങ്ങൾ, കൺസിസ്റ്റന്റ് പെപ്പറിങ് വിത്ത് ദീസ് കൈൻഡ് ഓഫ് ബ്രാൻഡിങ്, അത് സാധാരണ എല്ലായിടത്തും ഉള്ളതാണ്. അതൊരു ഫാഷിസ്റ്റ് പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. നിങ്ങളുടെ പൊളിറ്റിക്സ് ഫാഷിസം ആണെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരെ ബ്രാൻഡ് ചെയ്ത് ക്യാൻസൽ ചെയ്ത് കളയുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അയാളുടെ പ്രഹരശേഷി കുറയ്ക്കുക. അപ്പോൾ നീ ഇതാണ്. അപ്പോൾ ഗാന്ധിയുടെ പ്രഹരശേഷി, ഗാന്ധി ഒരു യൂണിവേഴ്സൽ ഇന്ത്യയുടെ മൊത്തം നേതാവാനായി വളരാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയെ വെറും ഹിന്ദു ലീഡറായിട്ട് ചുരുക്കുക, അത് അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പല രീതിയിലുള്ള ചാപ്പ ഒഴിവാക്കാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഉദ്ധരണികൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിലൊരു നിങ്ങളുടെ ഒരു സെലക്റ്റീവ് റീഡിങ്ങിനായിട്ട് ഞാൻ 2-3 പറയാം. ഹി വാണ്ടഡ് ടു ഡിസസോസിയേറ്റ്. ഞാൻ ഹിന്ദുവാണ്, ഞാൻ വിശ്വാസിയാണ്, അതാണ് സനാതനിയാണ്, പക്ഷേ ഞാനൊരു ഹിന്ദു ലീഡർ അല്ല എന്നുള്ളതാണ്.
ഡിറ്റാച്ച് ചെയ്യണം. പിന്നെ ഇടയ്ക്ക് അങ്ങ് ഓവർ പ്ലേ ചെയ്യാണ്. ഇടയ്ക്ക് ഹിന്ദു അല്ലെന്ന് തെളിയിക്കാനായിട്ട് അപ്പുക്കുട്ടൻ്റെ മോഡലിൽ അദ്ദേഹം കരയുന്നുണ്ട്, കരഞ്ഞ് ഓവറാക്കുന്നുണ്ട്, ചളമാക്കുന്നുണ്ട്. യങ് ഇന്ത്യനിൽ 1921 ഗാന്ധി എഴുതിയതാണ്, ഐ ആം എ ഹിന്ദു ബൈ ബർത്ത് ആൻഡ് കൺവിക്ഷൻ ബട്ട് മൈ ഹിന്ദുയിസം ഈസ് നോട്ട് നാരോ. ഞാൻ ഹിന്ദുവൊക്കെ തന്നെയാണ്, പക്ഷേ എൻ്റെ ഹിന്ദുയിസം നാരോ അല്ല. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഹിന്ദുയിസം എന്ന് പറയുമ്പോൾ നാരോ ആയി, കാരണം നിങ്ങളൊരു എല്ലാത്തിലും ഇല്ലല്ലോ, വേറെ കുറേ ആളുകളുണ്ടല്ലോ. ഇറ്റ്സ് നോട്ട് ബ്രോഡ് ഇനഫ് ആക്ച്വലി. അദ്ദേഹം പിന്നെ പറഞ്ഞു, ഐ ആം എ ഹിന്ദു, ഐ ആം എ മുസ്ലിം, എ ക്രിസ്ത്യൻ, എ പാസി, എ ജ്യൂ, ഐ ആം ഓൾ ദീസ് ബിക്കോസ് ഐ ആം ഹ്യൂമൻ. ഗാന്ധി നമ്മളൊന്നും വിചാരിക്കുന്ന ആളല്ല. ഞാൻ ഹിന്ദുവാണ്, മുസൽമാനാണ്, ക്രിസ്ത്യാനിയാണ്, പാഴ്സിയാണ്, ജ്യൂ ആണ്. ഞാൻ ഇതെല്ലാം ആകാൻ കാരണം എന്താണ്? ഞാനൊരു മനുഷ്യനായതാണ്. അപ്പോൾ മനുഷ്യനാണെങ്കിൽ ഇതെല്ലാം ആകണമെന്നാണ് ഗാന്ധി പറഞ്ഞത്. ഗാന്ധിയുടെ പുരോഗമന രാഷ്ട്രീയമാണിത്. നിങ്ങളൊരു ഇതെല്ലാം ആകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ തിന്നാണ് അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയൊക്കെ സത്യത്തിൽ. ഹി സിംപ്ലി വാണ്ടഡ് ടു അവോയ്ഡ് എ ബ്രാൻഡിങ്. പിന്നെ അദ്ദേഹം 46 പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് എടുക്കാം. ഐ ആം നോട്ട് എ ലീഡർ ഓഫ് ഹിന്ദുസ് അലോൺ, ഐ ബിലോങ് ടു ഓൾ ഇന്ത്യൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ഓർ ക്രീഡ്. ലൈക്ക് ദൈവത്തിൻ്റെ പദവിയിലേക്ക് അദ്ദേഹം പോവുകയാണ്. എല്ലാ ഇന്ത്യക്കാർക്കും ബാധകമായ ഒരു വ്യക്തിയാണ് ഞാൻ. മതാതീതമായി, മതത്തിനും ജാതിക്കും ഒക്കെ ഉപരിയായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഞാൻ. ഐ എം നോട്ട് എ ലീഡർ ഓഫ് ഹിന്ദു അലോൺ. അപ്പോൾ അവിടെ ഹിന്ദു അലോൺ എന്ന് പറയുമ്പോൾ ഹിന്ദു ലീഡർ ആണെന്ന് പുള്ളി സമ്മതിക്കുന്നുണ്ട് അല്ലേ? ഐ എം നോട്ട് എ ലീഡർ ഓഫ് ഹിന്ദു അലോൺ എന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല എന്ന് വെച്ചാൽ അതാണ്, അത് മാത്രമല്ല. ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു പ്രശ്നമായിട്ട് ഒരു സെക്യുലറായിട്ടുള്ള ഒരു ആശയത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ, ഒരു സെക്യുലറായിട്ട് ഒരാൾ ഒരു മോറലി ക്ലീൻ ആയിരിക്കണം. ബട്ട് ആസ് ഫർ as ഗാന്ധി വാസ് കൺസേൺ, ഒരു വലിയൊരു എസിമെട്രി കാണാൻ കഴിയും. ആസ്കിങ് ഓൺലി ദ വിക്ടിംസ് ടു ഡൈ വിത്തൗട്ട് കില്ലിങ്. എല്ലായിടത്തും വർഗീയതകൾ ഉണ്ടാകുമ്പം അദ്ദേഹം നോക്കും ആരാണ് അവിടെ, പുടിൻ ആരാണ്, സെലൻസ്കി ആരാണെന്ന് നോക്കും അദ്ദേഹം. പുടിൻ സെലൻസ്കി പറഞ്ഞപ്പോൾ മനസ്സിലായില്ല. എന്നിട്ട് സെലൻസ്കിയോട് പറയും, യുക്രൈനികളോട് പറയും, നിങ്ങൾ ഡൈ വിത്തൗട്ട് കില്ലിങ്. അവർ വന്ന് കൊന്നുകൊണ്ട് പോയിക്കോട്ടെ, അവരെ അറപ്പെങ്ങനെങ്കിലും മാറട്ടെ. ഇദ്ദേഹം വർഗീയ ലഹളകളൊക്കെ ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്ന തന്ത്രമാണിത്. ഇതൊരു സെക്യുലർ തന്ത്രമല്ല, ഇതൊരു സെക്യുലർ ബോധവും അല്ല, ഇതൊരു റിയൽ പൊളിറ്റിക്സും അല്ല. ഇതൊരു ഡെഡ്ലി അപ്പീസ്മെൻ്റ് ആണിത്. എന്തിനാണ് അവർ മരിക്കുന്നത്? അവരെന്നാൽ നിങ്ങൾ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടറാ എന്നെങ്കിലും പറയണ്ടേ? ഈ നവകാലിയിലും പോയി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു ചെല്ലൂ, മുസ്ലിങ്ങൾ കൊല്ലുന്നേ കൊല്ലട്ടെ, അവർ അറപ്പ് മാറട്ടെ എന്നൊക്കെയാണ് ഗാന്ധി പറയുന്നത്. അവർ ചോദിക്കും, എന്നാൽ നീയൊക്കെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടോ, വല്ല കാട്ടിലോ, ജീവനാണ് പ്രധാനം, സ്വന്തം ജീവന് വേണ്ടിയുള്ള പോരാട്ടമാണ് ജീവിതം എന്നെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ? അല്ല, പുള്ളിക്ക് സമാധാനം ഉണ്ടാക്കുന്ന ആൾ, പീസ് മേക്കർ. പീസ് രണ്ട് അർത്ഥമുണ്ട്, PIECE പീസും ഉണ്ട്. അദ്ദേഹം യങ് ഇന്ത്യയിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകമാണ്, കുറേ ഉണ്ട് കേട്ടോ, ഞാൻ നിങ്ങളുടെ ഇഫ് ഹിന്ദുസ് ബിലീവ് ദാറ്റ് ഇന്ത്യ ഷുഡ് ബി പീപ്പിൾഡ് ഓൺലി ബൈ ഹിന്ദുസ്, ദേ ആർ ലിവിങ് ഇൻ എ ഡ്രീം ലാൻഡ്. ഹിന്ദുസ് മസ്റ്റ് പ്രിപ്പയർ ടു ഡൈ റാദർ ദാൻ കിൽ. ഹിന്ദുക്കൾ കരുതാണ് ഇവരെന്താണ്, ഇന്ത്യ ഷുഡ് ബി പീപ്പിൾഡ് ബൈ ഹിന്ദുസ്, ഹിന്ദുസ് മാത്രമേ ഉണ്ടാകൂ എന്ന് കരുതുന്നുണ്ടെങ്കിൽ അവരേതോ ഒരു സ്വപ്ന രാജ്യത്താണ് ജീവിക്കുന്നത്. അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല. ദ ഹിന്ദുസ് മസ്റ്റ് ബി പ്രിപ്പയർഡ് ടു ഡൈ റാദർ ദാൻ കിൽ. മരിക്കാൻ തയ്യാറായിക്കോ നീയൊക്കെ, അല്ല കൊല്ലാൻ നടക്കുന്നു. ഗാന്ധി എഴുതാണ്. ഗാന്ധിയെ ദൈവത്തെ പോലെ ഹിന്ദുക്കൾ കണ്ടതാണ്. ഇത് എന്തെങ്കിലല്ല പറയാൻ പറ്റും. അല്ലെങ്കിൽ ആളുകൾ ചോദിച്ചാൽ നീ എന്തോന്നിട ഈ പറയുന്നത്, ഇതെന്തോ ഇത് എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുന്നില്ല ആളുകൾ. അടുത്ത അദ്ദേഹം പറഞ്ഞു, ഹിന്ദുസ് ആൻഡ് സിഖ്സ് ഷുഡ് ലേ ഡൗൺ ദെയർ ലൈവ്സ് ടു പ്രൊട്ടക്ട് മുസ്ലിംസ്. ഹിന്ദുക്കളും സിഖുകാരും അവരുടെ ജീവിതം ബലിയർപ്പിച്ചുകൊണ്ടും മുസ്ലിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ദേ മസ്റ്റ് നോട്ട് റിട്ടാലിയേറ്റ്. അവർ തിരിച്ചടിക്കരുത്, അടിക്ക മാട്ടെ, അടി വന്നാൽ തിരിച്ചടിക്കരുത്. ദേ മസ്റ്റ് ഡൈ ടു ദ ലാസ്റ്റ് മാൻ. അവസാന ഹിന്ദു മരിച്ചു വീഴുമ്പോഴും മുസ്ലിമിനെ സംരക്ഷിക്കണം. ബട്ട് നോട്ട് റേസ് ദെയർ ഹാൻഡ് അഗെയിൻസ്റ്റ് ദ മുസ്ലിംസ്. പക്ഷേ മുസ്ലിമിനെതിരെ കൈ ഉയർത്തരുത്. ദാറ്റ് വിൽ ബ്രിങ് എ ചേഞ്ച് ഓഫ് ഹാർട്ട്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ മുസ്ലിമിൻ്റെ മനസ്സ് മാറും. ഇതാണ് ഗാന്ധി പറഞ്ഞത്. സെക്കുലർ ലെക്ചറിങ് ആണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ആളുകൾ വിചാരിക്കും ഇന്ത്യയിലെ ഹിന്ദുക്കളാണ് ഡോമിനൻ്റ് ആയിട്ടുള്ള സമൂഹം, അവരാണ് ശക്തർ, അവരാണ് കൂടുതൽ നമ്പേഴ്സ് ഉള്ളത്. അപ്പോൾ അവർ നെഹ്റു ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്, ഒരു മൈനോറിറ്റീസ് ലാൻഡ് എന്തുകൊണ്ട് ഭരണഘടനയ്ക്ക് വന്നു എന്ന് പറയുമ്പോൾ നെഹ്റു പറയുന്നത് ഒരു മൈനോറിറ്റിക്കാണ് സ്ലാൻഡ്, അപ്പോൾ മെജോറിറ്റിയാണ് കൂടുതൽ എപ്പോഴും ശക്തരായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരു കൺസെഷൻ കൊടുക്കുന്നുണ്ട്, എപ്പോഴും ഒരു കൺസെഷൻ കൊടുക്കാൻ കഴിയുന്നത് ശക്തനായിരിക്കും. നിങ്ങളൊരു കൺസെഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനസികവും ഭൗതികവുമായിട്ടുള്ള കരുത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നാണല്ലോ പൊതുവെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഹിന്ദുക്കൾ ഒന്ന് ചെയ്തോളൂ. ഇവിടെ അങ്ങനെയല്ലേ,
എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഇതാണ് ഗാന്ധി പറഞ്ഞതെങ്കിൽ വലിയൊരു പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ആളും ഇല്ലാത്ത വളരെ മൈക്രോസ്കോപ്പി മൈനോറിറ്റിയായ സിഖുകാരോട് ഇതേ കാര്യം പറഞ്ഞത്? ഹിന്ദുക്കളോട് പറഞ്ഞു പോട്ടെ, ഹിന്ദുക്കൾ ഒരുപാട് പേരുണ്ട്, അവരാണ് ഇവിടുത്തെ ഡോമിനൻറ്റ്. പക്ഷേ സിഖുകാരോട് ഇത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. കോളിംഗ് ഫോർ ടോട്ടൽ സബ്മിഷൻ ആൻഡ് സൂയിസൈഡൽ. അദ്ദേഹം പ്രെയർ മീറ്റിംഗ് 6 നവംബർ 1947 അദ്ദേഹം പറയാണ്, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പാർട്ടീഷ്യൻ പഞ്ചാബിൽ ഭയങ്കര ലഹളയായിരുന്നു. സിഖുകാരും മുസ്ലിങ്ങളും തമ്മിൽ ഭയങ്കര എന്താണ് പറയുന്നത്, കൂട്ടക്കുരുതിയായിരുന്നു അവിടെ നടന്നത്. പഞ്ചാബ് 2ആയിട്ട് മുറിക്കപ്പെട്ടു, നിങ്ങൾക്കറിയാം. അവിടെ അദ്ദേഹം അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞാണ്, ഐ ഹാവ് സെഡ് ഇറ്റ് ബിഫോർ ആൻഡ് ഐ സേ ഇറ്റ് അഗെയിൻ. ഒരിക്കലല്ല, ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നത് എന്താണ്? ലെറ്റ് ദ സിഖ്സ് ബി മാസക്കേർഡ്. സിഖുകാർ കൊലപ്പെടട്ടെ. ലെറ്റ് ദ സിഖ്സ് ബി മാസക്കേർഡ്. ഹൗ കാൻ യു utter such a sentence? Let the Sikhs be massacred. Let them die to the last man. But they must not kill. എന്നാലും അവസാന സിഖുകാരൻ മരിക്കുന്നവരെയും അവസാനത്തവൻ വീഴുന്നവരെയും കൊല്ലപ്പെടട്ടെ. കട്ടിങ് കട്ടിങ് കട്ടിങ്. ഇത് വീഡിയോ ഗെയിം വല്ലതാണോ ഇത്? Is it a video game so that to the last man? പക്ഷേ കൊല്ലരുത്. കൊല്ലാതിരുന്നാൽ മതി. കൊല്ലപ്പെടുക അടിപൊളി. അപ്പോൾ മെജോറിറ്റി ആർഗ്യുമെൻ്റ് അല്ല, വൾണറബിൾ മൈനോറിറ്റിയാണ് സിഖുകാർ. ആ സിഖുകാരോട് ഇത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊരു കോട്ടൂടെ, ഇഫ് ഓൾ പഞ്ചാബീസ് വെയർ ടു ഡൈ ടു ദ ലാസ്റ്റ് മാൻ വിത്തൗട്ട് കില്ലിംഗ് എ സിംഗിൾ മുസ്ലിം, പഞ്ചാബ് വിൽ ബി ഇമ്മോർട്ടൽ. അവസാനത്തെ പഞ്ചാബിയും ഒരൊറ്റ മുസ്ലിമിനെതിരെ ആയുധം എടുക്കാതെ, ഒരൊറ്റ മുസ്ലിമിനെ കൊല്ലാതെ സ്വയം കൊല്ലപ്പെടുകയാണെന്നിരിക്കട്ടെ, എല്ലാ പഞ്ചാബികളും തീർന്നെന്നിരിക്കട്ടെ, പഞ്ചാബ് വിൽ ബിക്കം ഇമ്മോർട്ടൽ. പഞ്ചാബ് അനശ്വരമായി തീരും. ശരിയല്ലേ? പഞ്ചാബ് അനശ്വരമായി തീരുമെന്ന്. If all Punjabis were to die to the last man without killing a single Muslim, Punjab will be immortal. Offer yourself as non-violent willing sacrifices. നിങ്ങളെ കോഴികളെ പോലെ, നേർച്ച കോഴികളെ പോലെ നിങ്ങൾ സ്വയം സമർപ്പിക്കൂ. അവർ കൊല്ലട്ടെ, നിങ്ങൾ തീരട്ടെ, പഞ്ചാബ് ഇമ്മോർട്ടൽ ആവട്ടെ. നമുക്കൊരു പാട്ടുണ്ടാക്കാം, ദ ഇമ്മോർട്ടൽ പഞ്ചാബ്, അനശ്വരമായ പഞ്ചാബ്. അദ്ദേഹത്തിൻ്റെ വേറെ ഇദ്ദേഹം ഇതെല്ലാം ഈ വർഗീയതകളെ ശമിപ്പിക്കാനാണ് ചെയ്തത്. അവിടെയാണല്ലോ മതങ്ങൾ തമ്മിലുള്ള പ്രശ്നം, അവിടെയാണല്ലോ സെക്യുലറിസത്തിൻ്റെ പ്രധാന പോയിന്റ് വരുന്നത്. ഞാൻ അതിലേക്ക് വരികയാണ്. ഐഡിയലൈസിങ് മുസ്ലിം ഗ്രീവൻസസ് ആൻഡ് വൈൽ റൊമാൻറ്റിസൈസിങ് ഹിന്ദു സഫറിങ്സ് ആൻഡ് സാക്രിഫൈസ്. ഹിന്ദു സഫറിങ്സ്, സിഖ് സഫറിങ്സിനെ എല്ലാം സാക്രിഫൈസ് ആയിട്ട് വാഴ്ത്തുക. അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ പരാതികളെ അത് വലിയൊരു പ്രശ്നമായിട്ട് അദ്ദേഹം ഉന്നയിക്കുന്നു. ദ മോറലി സ്ട്രോങ്ങർ ഓർ ദ മെജോറിറ്റി ഗ്രൂപ്പ് ഷുഡ് ലീഡ് ബൈ എക്സാമ്പിൾ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വാദം. പക്ഷേ അത് അദ്ദേഹം സിഖുകാരുടെ കാര്യത്തിൽ വരുമ്പോൾ അദ്ദേഹം അത് തെറ്റിക്കുകയാണ്. ദേവറെ എ സ്മോൾ ടാർഗറ്റഡ് കമ്മ്യൂണിറ്റി. ഇവിടെയാണ് ഈ മാപ്പിള ലഹളയായിട്ട് ബന്ധപ്പെട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഉള്ള ഒരു പ്രശ്നമായിട്ടാണല്ലോ അത് വന്നത്. ഇവിടെ എന്തൊക്കെ തിയറി ഉണ്ടെന്ന് പറഞ്ഞാലും തിയറി പറഞ്ഞവരൊക്കെ പിന്നെ എവിടെ പോയി ഒളിച്ചിരുന്നു നമുക്കറിയാം. അദ്ദേഹം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഗാന്ധി ആദ്യമായിട്ട് മുസ്ലിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഒരു നിവൃത്തിയില്ലാതെ മാപ്പിള ലഹളയുടെ കാര്യത്തിൽ ചെയ്തതാണ്. ആൻഡ് ഹി ക്രിട്ടിസൈസ്ഡ് ദ ഫോഴ്സിബിൾ കൺവേർഷൻസ് ആൻഡ് ലൂട്ടിങ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദ മെജോറിറ്റി ഓഫ് മുസ്ലിംസ്, the Muslim leaders, they must work always so silently and effectively that such things might become impossible even on the part of the most fanatical among them. മുസ്ലിങ്ങളുടെ ഏറ്റവും തീവ്രവാദികൾക്ക് പോലും ഇങ്ങനെ ഒരു കാര്യം ഇനി ഒരിക്കലും ചെയ്യാൻ കഴിയാത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുസ്ലിം നേതൃത്വം കാഴ്ചവെക്കണം. ഭീകരമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. The Muslims must naturally feel the shame and humiliation of മാപ്പിള കണ്ടക്ട്. മലബാറിൽ മാപ്പിളകൾ നടത്തുന്ന ആ പ്രവർത്തനം കൊണ്ട് മുസൽമാൻ അപമാനം കൊണ്ട് തല താഴ്ത്തണം. മുസ്ലിം നേതൃത്വം ഈ പണി ഒരിക്കലും ചെയ്യാത്ത രീതിയിൽ, ഏറ്റവും വലിയ തീവ്രവാദിയെ കൊണ്ടുപോലും ചെയ്യിപ്പിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അതുപോലെ തന്നെ യങ് ഇന്ത്യയിൽ നമ്പർ 24 അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട് വന്നു, ഐ ആം സോറി ടു ഹിയർ ഓഫ് ദ excesses committed by the Moplas against Hindu. അതിക്രമങ്ങൾ, ഹിന്ദുക്കൾക്കെതിരെ മുഹമ്മദീർ നടത്തിയ ആ അതിക്രമങ്ങൾ കണ്ടിട്ട് ഐ എം വെരി സോറി. സച്ച് ആക്ട്സ് ആർ അഗെയിൻസ്റ്റ് ദ സ്പിരിറ്റ് ഓഫ് നോൺ വയലൻസ് ആൻഡ് ഹാം അവർ കോസ്.
ഇത് ശരിയല്ല. കാര്യം ഗാന്ധിജി ഖിലാഫത്ത് എന്ന് പറഞ്ഞൊരു സമരം നിസ്സഹകരണമായിട്ട് കൂട്ടിക്കെട്ടിയ സമയമാണ്. ഖിലാഫത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തോടെ ബ്രിട്ടീഷുകാർ ഓട്ടോമാൻ എംപയർ, തുർക്കിയിലെ ഓട്ടോമാൻ എംപയറിനെ നിഷ്കാസനം ചെയ്തു. അപ്പം അത് ലോകമെമ്പാടുള്ള മുസ്ലിമർ അവരെ കാലിഫയെ ബ്രിട്ടീഷുകാർ പറിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സമരം തുടങ്ങി. നമ്മുടെ ഇന്നത്തെ ഈ ഹമാസ് പ്രശ്നം പോലെയൊക്കെയുള്ളു. ഇവിടുത്തെ 1 കിലോ അരിയോ തുണിയോ അല്ല പ്രധാന പ്രശ്നം. ഇത് കണക്ക് കാലിഫ പോയി, പിന്നെ ബാഗ്ദാദി കൊല്ലപ്പെട്ടു, പിന്നെ അവിടെ അൽ അക്സ പള്ളിയുടെ പെയിൻറ് പോയി. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പം ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ നിസ്സഹകരണ പ്രസ്ഥാനം നടത്തുകയാണ്. നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ സഹകരിക്കാതിരിക്കുക, ടാക്സ് അടയ്ക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള സാധനം. അപ്പോൾ എങ്ങനെയാണ് മുസ്ലിംസ് ഇതിനോട് യാതൊരു താല്പര്യം കാണിക്കുന്നില്ല. അപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തു? മുസ്ലിങ്ങൾക്ക് ഇങ്ങനൊരു പ്രശ്നം വരുന്നു. മുസ്ലിങ്ങളുടെ ഖലീഫ ആരാന്ന് പോലും അറിയില്ല. ഖലീഫ എവിടെ, തുർക്കി എവിടെയാണെന്നറിയില്ല, ഖലീഫ ആരാന്നറിയില്ല. അവർക്ക് അങ്ങനെ ഒരു വിഷമമുണ്ട്. ആ വിഷമം അങ്ങ് ആവാഹിച്ചെടുത്തു ഇദ്ദേഹം. ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ അവരൊരു മൂവ്മെന്റ് തുടങ്ങി. ഖിലാഫത്തിനെ നിസ്സഹകരണത്തോടെ കൂട്ടിച്ചേർത്തു. സെക്കുലറിസം എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ഓഫ് ചർച്ച് ആൻഡ് സ്റ്റേറ്റ് ആണ്. രാഷ്ട്രീയവും മതവും തമ്മിലുള്ള വിഘടനമാണ്, വിച്ഛേദനമാണ് സെക്കുലറിസം. സെക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റിന് റിലീജിയൻ ഇല്ലെന്നാണ്. ഗാന്ധിജി ചെയ്തത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഹി വാസ് ഫോഴ്സ്ഫുള്ളി മിക്സിംഗ് റിലീജിയൻ വിത്ത് പൊളിറ്റിക്സ്. അതാണ് ഇന്ത്യൻ രാഷ്ട്രീയത. ഇന്ന് നമ്മുടെ നേതാക്കന്മാരൊക്കെ ഇങ്ങനെ ഇരുന്ന് ഒരു ഏതോ ഹീബ്രു ലാംഗ്വേജിലൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിന്റെ കാരണം ഇതാണ്. ഇന്ത്യ ക്യാൻ നെവർ ഹാവ് സെക്കുലറിസം in its political veins unless we discard Gandhi or Gandhian ideology. Bad അല്ല, വേഴ്സ് ആണ്, or the worst ആണ്. എന്താണ് സെക്കുലറിസം? സെപ്പറേറ്റ് ചർച്ചും റിലീജിയനും സ്റ്റേറ്റും രണ്ട്. ഇവിടെ എന്താ ഗാന്ധി ചെയ്യുന്നത്? അവിടെ കിടക്കുന്ന ചർച്ച് ഒരു കാര്യമില്ല, ഖലീഫ മതവിഷയമാണ്, അതെടുത്തുകൊണ്ട് വന്നിട്ട് ദേശീയത, സ്വാതന്ത്ര്യം, പൊളിറ്റിക്കൽ വിഷയമായിട്ട് ചേർത്തിട്ട് രണ്ടുകൂടെ ചേർത്തുകൊണ്ട് പോവുക. ഇമാതിരി ഒരു അതിക്രമം ലോകത്ത് ആരും ചെയ്തിട്ടില്ല. സെക്കുലറിസം അല്ല, സെക്കുലറിസത്തിന്റെ വിപരീതം. അദ്ദേഹം ഈ ലഹള ഉണ്ടായപ്പോൾ അപ്പോൾ ഈ അലി ബ്രദേഴ്സ് ഉണ്ട്, അലി ബ്രദേഴ്സുമായിട്ടൊക്കെ നല്ല ഇതായിട്ട് ഒരുമിച്ച് പോവുകയാണ്. മുസ്ലിങ്ങളെ എങ്ങനെയെങ്കിലും കൂടെ കൂട്ടണം. പുള്ളി പറഞ്ഞില്ല, മുസ്ലിങ്ങള് ആ ഒരു വിഷയത്തിന് ചില സിനിമയിലൊക്കെ ആണല്ലേ, നീയും കൂടെ വാടാ, ഇത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് അവളെയും കിട്ടും, എനിക്ക് വീട് മോട്ടിക്കാന്നൊക്കെ പറഞ്ഞ ചില സിനിമയിലൊക്കെ പ്ലോട്ടുകൾ കണ്ടിട്ടില്ലേ? ഞാൻ എൻ്റെ കൂടെ കുട്ടിയെ അതിനകത്ത് അവിടുത്തെ അങ്ങനെയൊക്കെയുള്ള ഓരോരോ കഥകൾ അതേ കണക്ക് കൊണ്ടുപോവുകയാണ്. ഇദ്ദേഹത്തിന് എന്ത് പോട്ടെ. ഇദ്ദേഹത്തിൻ്റെ സെക്കുലറിസ്റ്റ് ക്രെഡൻഷ്യൽസിനെ കുറിച്ച് പറയുമ്പോൾ അപ്പം ഇദ്ദേഹം മുസ്ലിങ്ങളെ ഒന്ന് വിമർശിച്ചപ്പോൾ എങ്ങനെയാണിത് മുസ്ലിം നേതാക്കൾ സ്വീകരിച്ചത്? അവരംഗീകരിച്ചില്ല. ഇതെന്തോ ഇത്, വിശ്വസ്തനും വിനീതനും വിധേയനുമായിട്ടുള്ള ഒരാളായിട്ട് മാത്രമേ ഗാന്ധിയെ അവർക്ക് വേണ്ടൂ. അല്ലാതെ എന്തെങ്കിലും ഗാന്ധി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർ പ്രതികരിക്കും. അതാണ് അവിടെ നടന്നത്. അലി ബ്രദേഴ്സ് തന്നെ പറഞ്ഞു, ഗാന്ധിസ് കണ്ടംനേഷൻ ഓഫ് മോപ്ല വയലൻസ് ബ്രേക്സ് അവർ യൂണിറ്റി. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഖിലാഫത്തുമായിട്ടൊക്കെ വന്നിട്ട് നിങ്ങളിപ്പോൾ ഞങ്ങൾ വയലൻസ് വരുന്നതിനെ അതിനെ എതിർക്കുന്നു എന്ന് തന്നെയാണ്. ജമാഅത്ത് അൽ ഉലമ ഐ ഹിന്ദോ പോട്ടെ, അവർ മുസ്ലിം ക്ലറിക്കൽ ഓർഗനൈസേഷൻ ഓൾസോ സപ്പോർട്ടഡ് ദ മോപ്ലാസ് പോർട്രേയിങ് ദം ആസ് മാർട്ടേഴ്സ് ഹു ഹാഡ് ഫോട്ട് ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പൊരുതിയ രക്തസാക്ഷികളാണെന്നാണ് ജമാഅത്ത് അൽ ഉലമ ഹിന്ദു പറയുന്നത്. ഗാന്ധി പറയുന്ന അവർ അംഗീകരിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ ഞങ്ങൾ ഒരുമിച്ചൊക്കെ കൂടെ പോകുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഒരുമാതിരിയില്ല, ആ വർത്താനം പറയരുത്. അതുപോലെ നമ്മുടെ ഖിലാഫത്തിലെ മുഹമ്മദ് അലി, ഷിയാഖത്ത് അലിയും ഇവർ 2 ബ്രദേഴ്സ് ആണല്ലോ. അദ്ദേഹം പറഞ്ഞു 1921 the Moplas rose against the British tyranny and the landlords who supported it. അവര് ഹിന്ദുക്കളെയൊന്നും അല്ല കൊന്നത്, അവരവിടുത്തെ ജന്മികൾക്കെതിരെയും ബ്രിട്ടീഷുകാർക്കെതിരെയാണെന്ന്. ഈ നരേറ്റീവ് നിങ്ങളിവിടെ കേട്ടിട്ടുണ്ടോ? ഇത് ഇവിടെ നിന്ന് വരുന്ന their actions were protest not crime. അതൊരു പ്രതിഷേധമാണ്, അല്ല ക്രൈമൊന്നുമല്ല. എന്തോ ഗാന്ധി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത് നിങ്ങളെ ഐക്യം കൂടെ തകർക്കുന്നല്ലോ. അതുപോലെ തന്നെ ഹസ്രത്ത് മൊഹാനി, അദ്ദേഹമൊക്കെ വലിയ കവിയൊക്കെ ആയിട്ട് അറിയപ്പെടുന്ന ആൾ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞതാണ്, ഈ മാപ്പിളമാർ എങ്ങനെ അത് ചെയ്യാതിരിക്കും, അതൊരു ദാറുൽ ഹർബാണ് എന്ന് പറഞ്ഞാൽ എനിമി ഒപ്രസേഴ്സിന്റെ നാടാണ്. ഒരിടത്ത് ബ്രിട്ടീഷുകാർ ഒപ്രസേഴ്സ്, വേറൊരു ജന്മിമാർ ഒപ്രസേഴ്സ്, മൊത്തം ടോട്ടൽ ഒപ്പറേഷൻ, പിന്നെ അവരെന്തു വേണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദ മാപ്ല റോസ് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് ടിറണി ആൻഡ് ദെയർ ആക്ഷൻസ് ദോ വയലന്റ് വേർ ദ ക്രൈ ഫോർ ജസ്റ്റിസ്. അത് നീതിക്ക് വേണ്ടിയുള്ള ഒരു കരച്ചിലായിരുന്നു മലബാറിൽ നടന്നത്. അല്ല ഗാന്ധി പറയുന്നോണം മാപ്ല എക്സസ് ഒന്നും അല്ല എന്നാണ്. മൗലാന ഹസ്രത്ത് മൊഹാനി ആർഗ്യൂഡ് ദാറ്റ് മാപ്ലാസ് വെർ റൈറ്റ് ഇൻ വേജിങ് ജിഹാദ് അഗൈൻസ്റ്റ് ദോസ്
they saw as oppressors, including Hindus who sided with the British. ആരെങ്കിലും ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ബ്രിട്ടീഷുകാരുടെ കൂടെ കൂടിയിട്ടാണ്. ഗാന്ധിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അതിനുശേഷം ഒരു ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നൊരു സാധനം എല്ലാവരും പറയില്ല. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് വെറും ഉടായ്പ സാധനം, മുസ്ലിം ഫിയർ എന്നാണ് എന്നെ പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഗാന്ധി. അദ്ദേഹത്തിൻ്റെ ഓരോ തീരുമാനം, അദ്ദേഹം നന്മ ഏതാണ്, നീതി ഏതാണ്, ശരി ഏതാണെന്ന് നോക്കിയാൽ പോലും അദ്ദേഹം മിണ്ടാതിരിക്കുമായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായാലും അദ്ദേഹം മിണ്ടാതിരിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് അദ്ദേഹത്തിൻ്റെ തുടക്കം തന്നെ 1908 ദക്ഷിണാഫ്രിക്കയിൽ ഇദ്ദേഹം ഇന്ത്യക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒരുപാട് സമരങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിന് ഒരു വലിയൊരു ദുരനുഭവം ഉണ്ടായി. അദ്ദേഹം അവിടെ ഈ ട്രാൻസ്വാൾ ഏഷ്യാറ്റിക് രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ 1907 ഒരു ആക്ടിനെതിരെ അദ്ദേഹം സമരം നടത്തി. അദ്ദേഹം ജയിലിലൊക്കെ പോയതിന് ശേഷം അദ്ദേഹം പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം ഗവൺമെൻറ്റുമായിട്ട് ഒരു സന്ധി സംഭാഷണം നടത്തിയിട്ട് ഒരു കൺസെഷൻ നടത്തി. വോളണ്ടറി രജിസ്ട്രേഷൻ ഞങ്ങൾ തയ്യാറാണ്, തമ്പ് വെച്ച് രജിസ്ട്രേഷൻ വെച്ചാൽ അവിടെ ജോലി ചെയ്യുന്നവരെ ലിസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെയാണ്, ഞാൻ എൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പോൾ വോളണ്ടറി രജിസ്ട്രേഷൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഇദ്ദേഹം ഈ ചർച്ചയിലൊരു കൺസെഷൻ നടത്തി. 1908 ഈ കൺസെഷൻ നടത്തിയിട്ട് ഇദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അവിടെയുള്ള കുറേ ആളുകൾക്ക് ഇത് ഇഷ്ടമല്ല. നിങ്ങൾ ഈ തൊഴിലാളികളുടെ താല്പര്യത്തെ വിറ്റു, അത് ശരിയായില്ല, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, അത് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം ഒരിടത്ത് ഇങ്ങനെ പോകുമ്പോൾ ഇദ്ദേഹത്തെ ഈ മിർ ആലം എന്ന് പറയുന്ന അതായത് അഞ്ചുമാൻ ഇസ്ലാം ഓഫീസ് എന്ന് പറയുന്ന അവിടുത്തെ മുസ്ലിങ്ങളുടെ ബേസിക്കലി പത്താൻസാണ്, ഇവന്മാർ ഇയാളെ പിടിച്ചുകൊണ്ട് പോയി ഗാന്ധിജിയെ കണ്ടമാനം മർദ്ദിച്ചു. വാരിയെല്ലിനും മുഖത്തും അദ്ദേഹം അടി കൊണ്ട് ബോധം കെട്ട് വീണു. എന്താണെന്നറിയാൻ വയ്യാതെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അന്വേഷിച്ചു. ഭീകരമായ മർദ്ദനത്തിനെതിരെ ഇത് അദ്ദേഹം വളരെ വിശദമായിട്ട് എഴുതുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ തന്നെ കളക്റ്റീവ്. എന്നിട്ട് പിറ്റേന്നോട്ട് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാവരോടും ക്ഷമിച്ചു, അവർക്ക് ചിലപ്പോൾ തോന്നിക്കാണ് എന്നെ ഒന്ന് അടിക്കണമെന്ന്, ഞാൻ പറയുന്നത് ശരിയല്ലെന്ന് തോന്നിക്കാണും, ഞാൻ അതുകൊണ്ട് നോൺ വയലൻസിൽ വീണ്ടും മുറുകെ പിടിക്കുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് മുറുക്കി അദ്ദേഹം പിടിക്കാൻ തുടങ്ങിയതിന് ശേഷം 1915 അദ്ദേഹം ഇന്ത്യയിൽ വന്നത്. അന്ന് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അദ്ദേഹം ഒന്നും ചെയ്യില്ല. നിങ്ങൾ എന്തിനാണ് എന്നെ അടിച്ചത്, ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഒരുപാട് ദക്ഷിണാഫ്രിക്കയിലൊക്കെ വെച്ച് അദ്ദേഹത്തിന് വേറെ അനുഭവങ്ങളുണ്ട്. പക്ഷേ ഈ അനുഭവം അദ്ദേഹം വിചാരിച്ചു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോരാടി, പക്ഷെ നിങ്ങൾ ഇത്ര മാരകമായിട്ട് ആളുകൾ വന്ന് രക്ഷിച്ചില്ല എന്ന് അദ്ദേഹം കൊല്ലപ്പെടുവായിരുന്നു. അത്ര മാരകമായിട്ട് അദ്ദേഹത്തെ അടിച്ചു. Was beaten and kicked and sustaining injuries his face and body. ഈ ഒരു അനുഭവം ഗാന്ധിജിയെ വല്ലാതെ വേട്ടയാടിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇദ്ദേഹം ഇവിടെ വന്നിട്ട് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഖിലാഫത്ത് കൂട്ടിക്കെട്ടുന്നത്. ബെൻസുകാരൻ്റെ കുറേ കാളവണ്ടിയും കൂടെ കൂട്ടിക്കെട്ടുക. എവിടെയെങ്കിലും വെച്ച് സെപ്പറേഷൻ ഉറപ്പായിരുന്നു. അപ്പോഴാണ് ഈ മാപ്പിള ലഹള ഉണ്ടാകുന്നത്. അവർ ഈ മതപരമായ ലാംഗ്വേജ് വെച്ച് അതിനെ അവർ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. ഗാന്ധിജി എനിക്ക് വയ്യേ, മിക്സിങ് റിലീജിയൻ, ഖിലാഫത്തിനെ കുറിച്ച് ഗാന്ധി പറഞ്ഞ 2-3 കാര്യങ്ങൾ കിട്ടും. 19 അദ്ദേഹം പറഞ്ഞത് ഖിലാഫത്ത് അജിറ്റേഷൻ ഈസ് എ സേക്രഡ് കോസ്, ദിവ്യമായിട്ടുള്ള ഒരു ദൗത്യമാണ്. ആൻഡ് ഐ ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് ദ കോസ് ഓഫ് ഫ്രീഡം ഫോർ ഓൾ ഇന്ത്യ. ഇതുണ്ടെങ്കിൽ ഇന്ത്യക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടുമെന്ന്. ഏതാ തുർക്കി സുൽത്താന് ബ്രിട്ടീഷുകാരെ അവിടുന്ന് മാറ്റിയതിന്, ബ്രിട്ടീഷുകാർ ക്രൈം ചെയ്തു എന്ന് പറഞ്ഞ് നടത്തുന്ന സമരം ഇന്ത്യക്ക് മൊത്തം സ്വാതന്ത്ര്യം കിട്ടാൻ എനിക്കറിയില്ല അതെങ്ങനെയാണ് അതിൻ്റെ വഴിയെന്നറിയില്ല, റൂട്ട് മാപ്പ്. ഇറ്റ് ഈസ് നോട്ട് മിയർലി എ മുസ്ലിം കോസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരു മുസ്ലിം കോസ് അല്ല, അത് എല്ലാ ഇന്ത്യക്കാരുടെയും കോസാണ്, എല്ലാ ഇന്ത്യക്കാരുടെയും കോസാണ്. പിന്നെ അതുപോലെ പറഞ്ഞു ഐ വുഡ് റാദർ സീ മൈസെൽഫ് ഡിസ്ട്രോയിഡ് ദാൻ അലൗ കാലിഫേറ്റ് ടു ബി ഡിസ്ട്രോയിഡ്. കാലിഫയുടെ ഭരണം അതില്ലാതാകുന്നതിന് പകരം ഞാൻ മരിക്കുന്നതാണ് നല്ലതെന്ന് ഗാന്ധി പറയുകയാണ്. എന്നെ ഞാൻ കൊന്നേരം, പിന്നെ എന്തിനാണ് ആ കാലിഫേറ്റ് ഇല്ലാത്ത ലോകത്ത് ജീവിക്കുന്നത്? 1919 പറഞ്ഞു. ആ 19 അദ്ദേഹം യങ് ഇന്ത്യയിൽ എഴുതിയതാണ്. ടു ഡിസ്ട്രോയ് വുഡ് ബി ആൻ ഇൻജസ്റ്റിസ് ആൻഡ് ഇറ്റ് വുഡ് അഫക്ട് നോട്ട് ജസ്റ്റ് മുസ്ലിംസ് ബട്ട് ദ ഹ്യൂമാനിറ്റി ആസ് എ ഹോൾ. കാലിഫേറ്റ് ഇല്ലാതാവുമ്പോൾ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല പ്രശ്നം, മാനവികതയാകെ മരിക്കും എന്നാണ് അദ്ദേഹം. ഇമാതിരി ഭയങ്കര സ്നേഹവും കരുണയും എന്തോ അദ്ദേഹം കാണിക്കുന്നത് ഇദ്ദേഹത്തിന് തന്നെ അറിയില്ല. ഞാനിനി എന്താണം അലിഞ്ഞലിഞ്ഞങ്ങ് ഇല്ലാതാകണമോ എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം, ഇത്ര വലിയ നല്ല സംഭവമാണ്. ഉമറിൻ്റെ ഭരണത്തെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നു. ഇദ്ദേഹത്തിൻ്റെ മകൻ ഇദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു ഹെഡേക്കായിരുന്നു, മൂത്ത മകൻ ഹരിലാൽ ഗാന്ധി. ഹരിലാൽ ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിയുടെ ഈ സ്ട്രിക്റ്റ് റൂൾസ്, വീട്ടിലെ ഭരണം, ജനാധിപത്യ ബോധമില്ലായ്മ, ഇതൊന്നും ഇദ്ദേഹത്തിന് ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വെള്ളമടി, ഇത് പിന്നെ മൾട്ടിപ്പിൾ മാരേജ്, ഇങ്ങനെയൊക്കെയാണ് ഇദ്ദേഹം ചിന്തിക്കുന്നത്. ഇദ്ദേഹത്തെ പ്രോഡിഗൽ സൺ എന്നൊക്കെയാണ് ചിലർ വിളിക്കുന്നത്. ഇദ്ദേഹത്തെ ലോസ്റ്റ് ജുവൽ എന്ന് പറഞ്ഞൊരു പുസ്തകം ഹരിലാൽ ഗാന്ധിയെക്കുറിച്ചിട്ടുണ്ട്. ഗാന്ധിയുടെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ട രത്നമായിരുന്നു ഹരിലാൽ ഗാന്ധി. ഇദ്ദേഹമായിട്ട് സ്ഥിരം വഴക്കായിരുന്നു. പിന്നെ കടം, വെള്ളമടി, പുകയുണ്ടോയെന്ന് എനിക്കറിയില്ല.
ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? 1936 ഇദ്ദേഹം ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തു. അബ്ദുള്ള എന്നുള്ള പേരും അങ്ങ് സ്വീകരിച്ചു. അപ്പോൾ ഗാന്ധി എന്താ പറയേണ്ടത്? കാലിഫയുടെ നാശം മാനവികതയുടെ നാശമാണ്, കാലിഫൈറ്റ് ഇല്ലാത്ത ലോകം എന്ത് ലോകമാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ഗാന്ധി നമ്മൾ വിചാരിക്കുന്നു അത് ശരിയാണ്, അവന് അങ്ങനെ തോന്നിക്കാണും, നല്ലതാണ്, ഇസ്ലാം ഓൾറെഡി നല്ല മതമാണ്, ഉമറിൻ്റെ ഭരണമുണ്ട്, പിന്നെ ഈശ്വർ അള്ളാ തേരേ നാം, ഇതെല്ലാം ഒന്നാണ്. അദ്ദേഹം പാടിയതാണ്. അത് മുസ്ലിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഹിന്ദുക്കൾക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം ഈശ്വർ അള്ളാ തേരേ നാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ മേ ബി ഒരു പോളിതീസ്റ്റിക് ആയതുകൊണ്ട് ഹിന്ദുക്കൾ ക്ഷമിക്കുമായിരിക്കും, മുസ്ലിങ്ങൾ ക്ഷമിക്കില്ല. അതാണ് കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് മഹ്മൂദ മുഫ്തി കാശ്മീരിൽ ഈ പാട്ട് പാടാൻ ഒരുങ്ങിയപ്പോൾ പറഞ്ഞു ഇത് പറ്റത്തില്ല, ഇതെന്താണിത്, ഇത് ഷിർക്കാണ്, ഈശ്വർ അള്ളാ തേരേ നാം. അല്ലല്ല, അള്ളാ മാത്രമേ ഉള്ളൂ, ഈശ്വർ അള്ളാ മറ്റേ കൃഷ്ണ രാമ ഒന്നുമില്ല. ഇതൊക്കെയാണ് ഇദ്ദേഹം ഇത് ആരെ കൊണ്ടാണ് പാടിപ്പിച്ചിട്ടുള്ളതെന്നും അന്ന് എതിർത്തിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് നോട്ട് ആക്ച്വലി അക്സെപ്റ്റഡ് ബൈ മുസ്ലിംസ്. കുറേ പേരൊക്കെ കേട്ടോണ്ട് അവർ കൂടെ പാടില്ല. വന്ദേ മാതരം പാടാൻ പറ്റുന്നില്ല. വന്ദേ മാതരത്തിൻ്റെയൊക്കെ വലിയൊരു ഫാനായിരുന്നു ഗാന്ധി. മുസ്ലിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു വന്ദേ മാതരം വളരെ മോശമാണ്. ഞാൻ പറഞ്ഞു ഹിന്ദി ഭയങ്കര സംഭവമാണ്, ഹിന്ദി ഇല്ല സമ്മതിക്കണം പറഞ്ഞു. ഉറുദു ആണ് ഞങ്ങളുടെ, എന്നാൽ ഉറുദു ആണ് നല്ലത് എന്നായി. വിശ്വസ്തനും വിനീതനും വിധേയനും ആയതുകൊണ്ടാണ്, അല്ല ഗാന്ധിയുടെ പൊളിറ്റിക്സോ ഗാന്ധിയുടെ റിലീജിയനോ ഒന്നും ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല ഈ ആളുകൾ കിടത്തുള്ളുന്നത്. ബിക്കോസ് ഇങ്ങനെ ആയിരിക്കണം ഒരു അന്യമതക്കാരൻ എന്നുള്ള ഒരു ധാരണ. ഒരു നോൺ മുസ്ലിം എങ്ങനെ ആയിരിക്കണം എന്ന് ചോദിക്കാൻ ഗാന്ധി ജൈസെ, അതാണ് അവരുടെ തിയറി. ആ ഒരു തിയറി വെച്ചുകൊണ്ടാണ് അവരത് അംഗീകരിക്കുന്നത്. ദാറ്റ് ഈസ് ഇതിനെയാണ് സെക്കുലറിസം എന്ന് പറയുന്നത്. ഇതിനെയാണ് സെക്കുലറിസം എന്ന് നമ്മളിവിടെ വ്യാജമായിട്ട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം എന്തുകൊണ്ട് മകൻ മതം മാറിയപ്പോൾ അവനൊരു പൂച്ചെണ്ടും കൊടുത്ത് ഒരു $10 അമേരിക്കൻ സിംഗപ്പൂർ ഡോളേഴ്സും കൊടുത്ത് വിടേണ്ടതല്ലേ? എന്തുകൊണ്ട് ചെയ്തില്ല? ഇയാൾ നീറുമായിരുന്നു ഗാന്ധി, ഉറക്കമില്ല. കസ്തൂർബയൊക്കെ പറയുന്നത് ഈ മനുഷ്യനെ ഞാൻ ഇത്ര ഇത് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. എന്താ കാര്യം? സ്വന്തം ധർമ്മം വിട്ടുപോയി, മതം മാറി. മതം മാറാനുള്ളതല്ലേ? അല്ല, അവന് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി, കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് മതം. കച്ചവട താല്പര്യം മോശം താല്പര്യമാണോ? നല്ല താല്പര്യമല്ലേ? കച്ചവടം ചെയ്യാം, പൈസ ഉണ്ടാക്കുക, ഭയങ്കര. ഇത് രണ്ടും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. എങ്ങനെയാണ് മകൻ ഇസ്ലാമിലേക്ക് പോയപ്പോൾ ഈ മനുഷ്യൻ സ്വയം തകർന്നു പോയെന്ന് ചോദിച്ചപ്പം ആന്തരികമായി അംബേദ്കർ പറഞ്ഞൊരു കാര്യം, ഐ വിൽ നെവർ കോൾ ഹിം മഹാത്മാ. അങ്ങനെ ഒരു സംഗതി അല്ല പുള്ളി. ഐ വാസ് ഏബിൾ ടു സീ ഹിസ് ഫാങ്സ് എന്ന് പറഞ്ഞ വിഷപ്പല്ലുകൾ എന്നാണ് അംബേദ്കർ പറയുന്നുണ്ട്. എനിക്ക് അയാളുടെ വിഷപ്പല്ലുകൾ കാണാൻ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയണം, ഞാനിവിടെ വരാടാ മോനെ, നമുക്ക് രണ്ടായാലും ഇതേ കണക്ക്. എന്നിട്ട് ഈ ശുദ്ധി മൂവ്മെന്റ് ആര്യ സമാജക്കാരാണ് ഇദ്ദേഹത്തെ തിരിച്ചുകൊണ്ട് വന്നത്. 1 വർഷം കൊണ്ട് അവർ പറഞ്ഞ് കർബാപ്പസി നടത്തിച്ചു. ഈ ആര്യ സമാജത്തിന്റെ ശുദ്ധി മൂവ്മെന്റിന്റെ ലീഡറായിരുന്നു ശ്രദ്ധാനന്ദ. അദ്ദേഹം മരിച്ചപ്പോൾ ശ്രദ്ധാനന്ദയുടെ ഭാഗത്തും തെറ്റുണ്ട്, അദ്ദേഹത്തെ ഒരു മുസ്ലിം കുത്തിക്കൊല്ലുകയായിരുന്നു. ആ ബ്രദറെന്ന് അയാളെ സംഭവന ചെയ്യുന്നു. എന്നിട്ട് ശ്രദ്ധാനന്ദയുടെ ഭാഗത്തും കുറ്റമുണ്ടെന്ന് പറയുന്നു. അന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു. എന്നിട്ട് ഇതേ ആൾക്കാർ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ മകൻ ഇസ്ലാമിലേക്ക് പോയപ്പോൾ ഇദ്ദേഹം വ്രണിത ഹൃദയനായി തകർന്നടിഞ്ഞിരിക്കുമ്പോൾ ഇയാളെ തിരിച്ചുകൊണ്ടുവരുന്നത്. ആര്യ സമാജത്തിൻ്റെ നേതൃത്വമുള്ള ശുദ്ധി മൂവ്മെൻറ്റ്. വാസ് ഗാന്ധി എ സെക്കുലറിസ്റ്റ്? മൈ ആർഗ്യുമെൻറ്റ് ഈസ് ഗാന്ധി ഈസ് നോട്ട് എ സെക്കുലറിസ്റ്റ്, ഈസ് ആൻഡ് എ സെക്കുലറിസ്റ്റ്, മേ ബി, ഇഫ് ദർ ഇസ് സച്ച് എ ടേം. Secularism is non-religious stance, separation of religion from politics. Gandhi forcefully mixed and yoked both. ബലപൂർവം അത് ആ ഒരു യോഗം എന്ന് പറയുന്നത് ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള യോഗമല്ല, അതൊരു ബലപ്രയോഗത്തിലൂടെയുള്ള ഒരു യോഗമാണ്. ഞാൻ പറഞ്ഞ ബെൻസിന്റെ പുറകിലെ കാളവണ്ടി കെട്ടിയിട്, ഇത് നമ്മൾ യോജിച്ചു പോകുന്നൊരു കാര്യമല്ല. അത്രമാത്രം മതത്തെ രാഷ്ട്രീയത്തിന്റെ സിരകളിലെ ഓരോ മൈക്രോ നെർവുകളിലേക്കും ഇഞ്ചക്ട് ചെയ്ത് വെച്ചുകൊണ്ട് വളരെ പാപ്പരായ ഒരു രാഷ്ട്രീയമാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് ഇന്ത്യയുടെ ഒരു ബാധ്യത. ഇന്ത്യയുടെ സാധ്യതകൾ നശിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗാന്ധി തുടങ്ങി വെച്ചിട്ടുള്ള ഇതാണ് ഇവിടെ വേണ്ടത്തെ രാഷ്ട്രീയം. ഓരോ രാഷ്ട്രീയക്കാരനും ഗാന്ധി ആവാൻ പരിശ്രമിക്കുന്നു. എത്രമാത്രം പഞ്ചേഴ്സ് ഉണ്ട് അതിനകത്ത്. He was anti-secular. That's my argument. He was not secular. If you call Gandhi secular ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെക്കുലർ ആകാതിരിക്കുക. We don't want more Gandhis. Gandhi was a religious orthodox, willing to die for his
ഡൈ ഫോർ ഹിസ് റിലീജിയൻ. നിങ്ങൾ എത്ര പേര് സ്വന്തം മതത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാവും? അതൊരു ഹിന്ദു ജിഹാദ് ആണ് ശരിക്കും. അത് പൂന പാക്റ്റിൽ അംബേദ്കറോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഹിന്ദു മതത്തെ ഇങ്ങനെ വിഘടിപ്പിക്കാൻ സമ്മതിക്കില്ല. ഹിന്ദു മതം വിഘടിപ്പിച്ച നിങ്ങൾക്ക് എന്താപ്പാ? അതെനിക്ക് പറ്റില്ല, എൻ്റെ ആത്മാവിന് മുറിവേക്കും. ഡു യു ഹാവ് വൺ? ഹി ഫോട്ട് ഫോർ ഹാർമണി ബിറ്റ്വീൻ ഡിഫറെൻറ്റ് റിലീജിയൻസ്. അത് അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു പോയിന്റ് വെച്ചാൽ മതമൈത്രി. മതമൈത്രി എല്ലായിടത്തും ഉണ്ട്. ഇനി എത്ര വലിയ അഫ്ഗാനിസ്ഥാനിലും മതമൈത്രി ഉണ്ട്, സിറിയയിലും മതമൈത്രി ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒരു തലവെട്ടും, കുറേ അലവൈറ്റ്സിനെ കൊല്ലും, പിന്നെ കുറച്ച് കഴിഞ്ഞ് കുറേ നാൾ ലള്ളായിരിക്കും, പീസായിരിക്കും, പിന്നെ വീണ്ടും വരും, പിന്നെ ഡ്രൂസിനെ കൊല്ലും, പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ട് വരും. പിന്നെ മതമൈത്രി എല്ലായിടത്തും ഉണ്ട്. രാഷ്ട്രീയ മൈത്രി എല്ലായിടത്തും ഇല്ല. RSS CPM ആയിട്ടുള്ള സംഘടന ഇപ്പോൾ ഇല്ലല്ലോ, ഇനി കഴിഞ്ഞ് വീണ്ടും വന്നൂടെ? നിങ്ങൾ ആരാണ് ചെയ്യുന്നതാണോ? ഇതൊക്കെ തനിയെ സംഭവിക്കുന്നതാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങളും വ്യത്യസ്ത പ്രഹരശേഷിയുമുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ, അത് മതമായിക്കോട്ടെ, ജാതി ആയിക്കോട്ടെ, പാർട്ടി ആയിക്കോട്ടെ, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പരസ്പരം ബഹുമാനിച്ചും പരസ്പരം കരുതിയും ജാഗ്രത പുലർത്തിയും അവർ തല്ലിയും തല്ലാതെയും സമാധാനത്തിലും ഇങ്ങനെ ഒരു സൈക്ലിക്കലായിട്ട് പോകും. അൺലെസ് ദ സോഫ്റ്റ്വെയർ ഈസ് ചേഞ്ച്ഡ്. ഇന്ത്യ ചരിത്രത്തിലുണ്ടായ വർഗീയ ലഹളകളുടെയും ഈ സ്വാതന്ത്ര്യത്തിന് ചുറ്റും അപ്പുറവും ഇപ്പുറവും, വിഭജനത്തിന് അപ്പുറവും ഇപ്പുറവും ഉണ്ടായ ലഹളകൾ നിങ്ങളൊന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയിലൊന്നും ഇപ്പോൾ ഒരു വർഗീയ ലഹള ഉണ്ടാകുന്നില്ല എന്ന് പറയേണ്ടി വരും. ഇൻ കമ്പാരിസൺ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് എന്താണ് മാറ്റം ഉണ്ടായത്? ഗാന്ധി മൂലമല്ല, ഗാന്ധിയുടെ പൊളിറ്റിക്സ് കൊണ്ടും അല്ല എന്ന് മനസ്സിലാക്കുക. ദെൻ ടു അച്ചീവ് ഹിസ് ഗോൾ ഹി അപ്പീസ്ഡ് ആൻഡ് അഡ്മോണിഷ്ഡ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. ഇദ്ദേഹം രണ്ട് രീതിയോ അപ്പീസ് ചെയ്യുക, അഡ്മോണിഷ് ചെയ്യുക, പോയി ചത്തുള്ളൂ, കൊല്ലാതിരിക്കുക, ഇങ്ങനെയൊന്നും പറയുന്നത് ഇതൊന്നും യൂസ്ലെസ് ആണ്. ഇതൊന്നും doesn't make any sense. ഈ കമ്മ്യൂണൽ അപ്പീസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് വൺ ടു ബി കമ്മ്യൂണൽ ഓർ പോളി കമ്മ്യൂണൽ. ഓക്കെ, ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഇതൊക്കെയാണ്, ഇത്രയും സാധനങ്ങളാണ്. എനിക്ക് കൺക്ലൂഡ് ചെയ്യാൻ സമയമില്ല. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം. താങ്ക് യു.